അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പകലിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. നിങ്ങളോട് ചേർന്ന് ഈ സമയമായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിലൊരുക്കിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്ക് അനുഗ്രഹീതമായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന ദേവദാസൻ അശ്വരണികൾക്കും തൻ്റെ കുടുംബം, ഇവിടെയുള്ള ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ഈ പകൽ ദൈവസന്നിധിയിലാണ് നാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ. തുടർമാനമായി നിങ്ങളുടെ സഭയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രിയ ബഹുമാന്യ കത്തദാസന്റെ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരവസരം ഈ ഭൂമിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ എനിക്കും തന്ന ദൈവത്തിന് ഞാൻ മഹത്വം കരയിട്ടുന്നു. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകമെമ്പാടുമുള്ള നാമധേയ ക്രിസ്ത്യാനികൾ ഇന്ന് പകൽ യേശുവിന്റെ ജനന ദിവസമായി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചത് ഭയങ്കര ആഘോഷമാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. പൗലോസിലേക്ക് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ സഭ ആത്മാവിൽ ഒന്ന് ഉറപ്പിക്കാൻ, അവരുടെ ആത്മമനുഷ്യനെ ക്രിസ്തുവിൽ ഒന്ന് പണിതെടുക്കാൻ, താൻ ആരായിരുന്നെന്നും ഏത് വിഭാഗത്തിൽ നിന്ന് താൻ യേശുവിനെ അറിയാനിടയായെന്നും ഞാൻ മനുഷ്യൻ പ്രാപിച്ച വെളിപ്പാടിനനുസരിച്ചല്ല ശുശ്രൂഷിക്കുന്നത്, ഞാൻ ദൈവത്തിൽ പ്രാപിച്ച വെളിപ്പാടിനകത്താണ് നിൽക്കുന്നത് എന്നും തൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മമനുഷ്യന്റെ ബോധ്യം വെളിവായ പൗലോസ് ഗലാത്യ സഭയോട് പ്രബോധന ശബ്ദമായി പറയുന്ന വാക്കാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്. പ്രതിവദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിന്റെ യാത്ര മുൻപോട്ട് പരിശോധിച്ചാൽ തുടക്കം നല്ലതായിരുന്നെങ്കിലും ഒടുക്കം എങ്ങനെയാണ് എന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തുടക്കം നല്ലതാണെങ്കിലും ഒടുക്കം എങ്ങനെയാണ് എന്നുള്ള ആശങ്കയിലാണ് ഇന്ന് പകൽ നാം ആയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അവൻ ആൽഫയുമാണ്, അവൻ ഒമേഗയുമാണ്. ഈ പകൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ വിശ്വസിക്കുന്നു, ആൽഫയായവൻ ഒമേഗയായി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എവിടൊക്കെയോ പരിശുദ്ധാത്മാവുമായുള്ള കണക്ഷനകത്ത് നാം അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാക്കൾക്ക് കീഴടങ്ങിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമ്മിൽ വെളിപ്പെടാത്തതാണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ദൈവസഭയുടെ വളർച്ചയുടെ കാരണം ഞാൻ എന്ന വ്യക്തിയാണ് എന്ന് ഓരോ ആൾക്കാരും തിരിച്ചറിയുന്ന സാഹചര്യങ്ങളിലാണ് സഭ വളർച്ചയിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുന്നത്. ഗലാത്യ സഭയോട് പൗലോസ് എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള ആത്മീക ദൂത് ഞാൻ പറയാം. 4 വിഭാഗമാണ് ക്രിസ്തീയ ഗോളത്തിലുള്ളത്. ഒന്ന്, ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുന്ന ഒരു വിഭാഗം. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുന്ന വിഭാഗം. രണ്ടാമത് വിഭാഗമുണ്ട്, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുക. ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുക. അടുത്തത്, ജഡത്തിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുക. ജഡത്തിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കുക. ഒടുവിലൊരു വിഭാഗമുണ്ട്, ജഡത്തിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുക. അർത്ഥം, എവിടുന്നോ എന്തിനോ വേണ്ടി ഇറങ്ങി വന്നു, എന്തെന്നില്ലാതെ അവസാനിച്ചു മടങ്ങുമ്പോൾ ഇന്ന് പകൽ ദൈവസഭയെ നോക്കി ഞാൻ പറയാം, തുടക്കം ജഡത്തിലാണെങ്കിലും നിന്റെ ഒടുക്കം ആത്മാവിനകത്താകട്ടെ. തുടക്കം പിഴച്ചാലും ഒടുക്കം പിഴയ്ക്കാത്തൊരാത്മിക യാത്ര ഇന്ന് രാത്രി, ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ കൈമാറട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ആത്മാവിൽ തുടങ്ങുന്ന ഒരു വിഭാഗം. പൗലോസ് ഗലാത്യ സഭയോട് പറയുന്ന വാക്കെങ്ങനെയാണ്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച കാലഘട്ടങ്ങളിൽ നമ്മുടെ അകത്തെ മനുഷ്യരിൽ വ്യാപരിച്ച ഒരു ബലമുണ്ട്, അകത്തെ മനുഷ്യർ വ്യാപരിച്ചൊരു നിയോഗമുണ്ട്, അകത്തെ മനുഷ്യരെ ആളിക്കത്തിച്ചൊരു പെന്തക്കോസ്തിന്റെ അനുഭവമുണ്ട്. എന്നാൽ കുറെ കാലഘട്ടം കഴിയുമ്പോൾ കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കുകളിൽ അടിമപ്പെട്ടു പോയിട്ട്
ദൈവത്താൽ പകരപ്പെടേണ്ട കൃപകളെ പ്രാപിക്കാൻ കഴിയാത്ത നിലകളിൽ നമ്മുടെ ആത്മ മനുഷ്യനെ തകർത്ത ഒരു പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കാൻ സഭ തയ്യാറാണെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം, എന്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്തിറങ്ങി വരട്ടെ. അപ്പം ആത്മാവിൽ തുടങ്ങുന്ന ഒരു വിഭാഗം. പണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി വരുന്ന സമയങ്ങളിൽ ആ കാലഘട്ടത്തിലുള്ള മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും, അന്നത്തെ ആരാധനകൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സഭാ കമ്മിറ്റികളല്ല, ടൈം പീസുകളല്ല, കൂടില്ല, പണമുള്ള അച്ചായന്മാരല്ല. അന്നത്തെ കാലത്ത് സഭ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ സഭ നിയന്ത്രിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിലാണ് സഭകളിൽ ആത്മിക വർധനവുണ്ടാകാൻ തുടങ്ങിയത്. ഞാൻ ഈ സഭയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പല സഭയിൽ യാത്ര ചെയ്യുന്ന ഒരു എളിയ സുവിശേഷൻ എന്ന നിലയ്ക്ക് ഞാൻ പല സഭയോട് ചോദിക്കാറുണ്ട്, തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കാറുണ്ട്. ചിലർ പറയും, പാസ്റ്ററെ 50 വർഷമായി. കൂടില്ല. നിങ്ങൾ സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് 50 വർഷമായി. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, എത്ര കുടുംബം സഭയ്ക്കകത്തുണ്ട്? അവർ പറയും, പാസ്റ്ററെ 18 കുടുംബമുണ്ട്. സ്വത്രം പറ. 50 വർഷമായ സഭയിൽ പറഞ്ഞേ 18 കുടുംബം. പിന്നെ ദുഃഖം പറഞ്ഞുകൂടാ. നമ്മുടെ ആൾക്കാർക്ക് പണ്ട് ഏതനിൽ ഹവ്വയും ആദവും പരസ്പരം പടിചാരി പോലെ നമ്മൾ പറയും, ഇരിക്കുന്ന പാസ്റ്റർക്ക് വലിയ കൃപയൊന്നും പറഞ്ഞേ ഇല്ല. എടാ, 3 വർഷം വന്ന പാസ്റ്റർക്ക് കൃപയില്ലെങ്കിൽ 30 കൊല്ലമായി നിങ്ങളിൽ എന്നാ ഉള്ള? സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഈ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ഞാൻ പറയാം, നട്ടപ്പോഴുള്ളതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കൂടില്ല നിങ്ങൾ. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ കത്താൻ നിൽക്കുമെന്ന് എനിക്കറിയാം. സ്തോത്രം പറ. നിങ്ങൾ പ്രായമുള്ളവരൊക്കെ അല്ലേ. അപ്പൊ ഈ വലിയ ദാവീദും ഗോലിയാത്തിനെ കല്ലെടുത്ത് എറിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടെ എറിയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വചനം ധ്യാനിച്ച് മുന്നോട്ട് പോകും. ഒരാമേൻ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ നട്ടപ്പോ ഒരു കൊട്ട, പറിച്ചപ്പം ഒരു കൊട്ട. പക്ഷെ ഞാനിപ്പം പറയാം, നട്ടപ്പോ ഒരു കൊട്ട, പറിച്ചപ്പോ കാൽക്കൊട്ടയാകേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, മറുഭാഗം പറഞ്ഞ ദൈവം അനുഗ്രഹിച്ചതിന്റെ ഭാഗവും കൂടെ. ദൈവം അനുഗ്രഹിച്ചതിന്റെ ഭാഗവും കൂടെ. കാര്യം ഒരല്പം ഗതി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ മലയാള വാക്ക് പറയുന്ന തെറ്റാണ്, ക്ഷമ. അല്പം ഗതി പിടിച്ചാൽ പിന്നെ അവന്റെ ലക്ഷ്യം എങ്ങനെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറി മറ്റൊരു സ്ഥലത്തോട്ടൊന്ന് പറഞ്ഞേ. പിന്നെ മക്കളെ പഠിപ്പിക്കാൻ അമേരിക്ക വിടണം, ഓസ്ട്രേലിയ വിടണം, ജർമ്മനി വിടണം, പിന്നെ ഞങ്ങളും കൂടെ കൊച്ചും കൂടെ അടുത്തോട്ടങ്ങ് പോകുക. സ്വത്രം. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന നില മറന്നു പോകരുത്. ആരും വിദേശത്ത് പോകേണ്ടത് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് പറഞ്ഞില്ല. പട്ടിണി കോലങ്ങളായിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയെ നിങ്ങൾ മറന്ന് യാത്ര ചെയ്യരുത്. അത് അപകടകരമായ സാഹചര്യമാണ്. പണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി വരുന്ന കാലഘട്ടങ്ങളിൽ സമയം നോക്കാതെ, കാലങ്ങൾ നോക്കാതെ, വ്യക്തിബന്ധങ്ങൾ നോക്കാതെ, ശരീരത്തിന്റെ ക്ഷീണങ്ങൾ നോക്കാതെ പ്രാർത്ഥനയ്ക്ക് പോകുക പതിവായിരുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ആവേശത്തോടെ പറയാം, എൻ്റെ അമ്മ 78ാമത്തെ വയസ്സിലാണ് നിത്യത ചേർക്കപ്പെട്ട എൻ്റെ അമ്മ. നിങ്ങളിങ്ങനെ പകച്ചു നോക്കട്ടെ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. എൻ്റെ അമ്മയുടെ 50ാമത്തെ വയസ്സിലുള്ള മോനാ ഞാൻ. ഒരു സ്വത്രം പറഞ്ഞേ. സ്വത്രം. അമ്മയുടെ 50ാമത്തെ വയസ്സിൽ ജനിച്ച മോനാ ഞാൻ. 78ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. 78ാമത്തെ വയസ്സിൽ അമ്മ മരിക്കുമ്പോൾ 76 വയസ്സ് വരെ, 76 കഴിഞ്ഞ് 77 വയസ്സ് വരെ വടി കുത്തി നടന്നിട്ടില്ല. വടിക്കാത്ത് പിടിച്ചും തൂണെ പിടിച്ചും ഭിത്തിയെ പിടിച്ചും പ്രാർത്ഥനയ്ക്ക് പോയ ഒരമ്മയുടെ മോനാ ഞാൻ. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മാതാപിതാക്കളെ നോക്കി ഞാൻ പറയാം, നീ വെച്ച മാതൃക പ്രകാരമുള്ള നിന്റെ സ്റ്റെപ്പ് നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറാൻ പോകുക. നിന്ന സഹിച്ചും, പട്ടിണി സഹിച്ചും, ആപത്ത് സഹിച്ചും, ആക്ഷേപം സഹിച്ചും ആരാധനാലയത്തിനകത്ത് കടന്നുപോയ മാതാപിതാക്കളെ ഞാൻ ഒരു ആത്മീക ദൂത് പറയാം. നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്റെ തലമുറ നിമിത്തം ഒരു അനുഗ്രഹത്തെ ദൈവം നിന്റെ മേൽ കൈമാറുമെന്ന് ഇന്ന് യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചു പറയാം. ചേർന്നാമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം ഇന്ന് മക ദൈവത്തിന് രാമേൻ പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ പാലിക്കുന്ന ദൈവമാണ്. അപ്പൊ ആത്മാവ് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി, അന്ന് സമയം നോക്കത്തില്ല, കാലം നോക്കത്തില്ല. ഞാൻ പണ്ടൊരു സഭയുടെ പാസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ ആ സഭയിൽ ഞാൻ ആദ്യം സഭാ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് പിറകിൽ ഞാൻ ആ സഭയിൽ ചെന്ന് ഈ മീറ്റിംഗ് നടന്ന് ആദ്യത്തെ ആഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ആദ്യത്തെ ആവേശം ഉണ്ടല്ലോ. അപ്പൊ സഭയിലെ പ്രധാന അച്ചായനെ ഞാൻ വിളിച്ച, അച്ചായ എന്നാ ഉണ്ട്, അങ്ങ് ചെന്നോന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പോകുന്നേ ഉള്ളെന്ന് പറഞ്ഞു.
ഞാൻ ആഹാരം കഴിച്ച് റെസ്റ്റ് എടുക്കാൻ ഒരു അച്ഛനെ ഒന്ന് വിളിച്ചതാ. അപ്പൊ പുള്ളി വീട്ടിലോട്ട് പോന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി അച്ഛൻ? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഈ 3 കിലോമീറ്റർ അപ്പുറത്ത് ബസ് ഇറങ്ങും, അവിടുന്ന് 2.5 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്യണം. കൂടില്ല, നിങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്യണം, പിന്നെയും നടന്ന് വേണം വീട്ടിൽ ചെല്ലാൻ, 3:30-4 മണിയാകും എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിറ്റേ ഞായറാഴ്ച സഭയോട് ആലോചിക്കാതെ ഞാൻ പറഞ്ഞു, ഈ ഞായറാഴ്ച മുതൽ എത്ര നാൾ ഞാൻ ഈ സഭയിലുണ്ടോ അത്രയും നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം തരും. ഇറച്ചി മീനും അല്ല, കഞ്ഞിയും പയറും തരും. കൂടില്ല, അത് കേട്ടിട്ട് വീരവാദം ഒന്നും പറയണ്ട, കഞ്ഞിയും പയറും തരും. സ്തോത്രം. വരുന്നവരെ എല്ലാ ആരാധനകളിലും സഭയുടെ പിരിവല്ല, ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ദൈവം നന്മയുടെ ഒരു ഭാഗമാക്കി. ആ സഭ ചെറിയ സഭയാണ്. കർത്താവ് എനിക്ക് തന്ന നന്മയുടെ ഭാഗത്തിൽ നിന്ന്, ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന ഭാഗത്തിൽ നിന്ന് എല്ലാ ആഴ്ചയും അവർക്ക് ഭക്ഷണം കൊടുത്തു. ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് ഞാൻ വരാം. അന്ന് ആ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത് വളരെ ദൂരം യാത്ര ചെയ്താൽ പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം കൊടുക്കണം, ഇവരുടെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വ്യതിയാനം കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പുള്ളി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു. കൂടില്ല, സെക്കൻഡ് ഹാൻഡ് അസൂയല്ലേ, സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു. സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഈ കാർ എടുത്ത സമയത്ത് പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടായി. ഇവരെ ഞായറാഴ്ച ഞാൻ വിളിക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് കയറി വന്നു. കൂടെ ഉണ്ടോ നിങ്ങൾ? ഞായറാഴ്ച പാസ് വിളിക്കാൻ വരണം, കാര്യം വണ്ടി എടുത്തല്ലോ, ഓടിക്കാൻ ആള് വേണമല്ലോ. ഒടുവിൽ ഞാനൊരു കാര്യം പറഞ്ഞു, സഭയിൽ ഒരു പയ്യനെ വണ്ടി ഓടിക്കാൻ ഏൽപ്പിച്ചു. സ്തോത്രം. അവനോട് പറഞ്ഞടാ, എന്റെ ബൈക്ക് എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ കാർ എടുത്ത് ഇവിടെ വന്നിട്ട് അവരുടെ കാർ കൊണ്ടിട്ട് എന്റെ ബൈക്ക് കൊണ്ടുവരണം. കൂടില്ല, എല്ലാ ഞായറാഴ്ച എന്റെ വണ്ടി അങ്ങോട്ട് ഓടണം, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ നാളുകൾ മുന്നോട്ട് കടന്നുപോയി. ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ നോക്കിയപ്പോൾ ആള് പ്രാർത്ഥനയ്ക്കില്ല. ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞ്? പാസ്റ്റർ, വണ്ടി ഓടിക്കാൻ ആളിനെ കിട്ടിയില്ല. സ്വത്രം പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, തമ്പുരാൻ ഭയങ്കര കുറ്റക്കാരനാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഹലോ, ദൈവം ഭയങ്കര കാര്യം. നടന്ന് വരുമ്പോ പുള്ളിക്ക് പ്രാർത്ഥനയ്ക്ക് വരായിരുന്നു. 3 കിലോമീറ്റർ നടന്ന് വേർത്തോടെ പ്രാർത്ഥനയ്ക്ക് വരാമായിരുന്നു. എന്നാൽ വണ്ടി കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. എന്റെ ചോദ്യം, ആത്മമനുഷ്യൻ ആരാണ് നിയന്ത്രിക്കുന്നത്? സ്തോത്രം. ദൈവം തന്ന നന്മ അഹങ്കരിക്കാനുള്ളതല്ല. ദൈവം തന്ന നന്മ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അത് നിങ്ങളുടെ ആരോഗ്യമാകട്ടെ, അത് നിങ്ങളുടെ സമ്പത്താകട്ടെ, അത് നിങ്ങളുടെ കഴിവുകളാകട്ടെ, അത് നിങ്ങളുടെ താലന്തുകളാകട്ടെ, അത് നിങ്ങളുടെ കൃപാവരങ്ങളാകട്ടെ, അത് നിങ്ങളുടെ പ്രയത്നങ്ങളാകട്ടെ. അല്പത്തിൽ വിശ്വസ്തനാകാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാൻ, നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചലിക്കുന്നുണ്ട്. എളിയ സംരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം അതിന്റെ അതിരുകളെ വിസ്താരമാക്കാൻ പോകുക. നിന്റെ ചെറിയ പ്രാർത്ഥന വളരട്ടെ, നിന്റെ ചെറിയ സ്വപ്നം വളരട്ടെ, നിന്റെ ചെറിയ കൃപാവരം വളരട്ടെ, നിന്റെ ചെറിയ പ്രസംഗം വളരട്ടെ, നിന്റെ ചെറിയ സ്വപ്നം വളരട്ടെ. ദൈവരാജ്യത്തിന്റെ വർധനവിന് അതൊരു അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. അപ്പം ആത്മമനുഷ്യന്മാരെ വളർത്തിയെടുക്കുക എന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അവിടെ എനിക്ക് വയ്യെന്ന് പറയാൻ പ്രമാണമില്ല. പട ചേർത്തവനെ പ്രസാദിപ്പിക്കാതെ ആർക്കും ജീവകാര്യത്തിൽ ഇടപെടാൻ അനുവാദമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒന്നുകിൽ ഈ ഫീൽഡ് നിങ്ങൾ തകർന്ന് തരിപ്പണമാകും, അല്ല എങ്കിൽ ഈ ഫീൽഡ് നിങ്ങൾ പിന്മാറിപ്പോകും. പിന്മാറിപ്പോകാൻ ഇത് കളിക്കളമല്ല, യുദ്ധം ചെയ്യേണ്ടത് ഈ പോർക്കളത്തിനകത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്റെ സഭയോട് ഞാൻ എപ്പോഴും പറയും, ഉപവാസ പ്രാർത്ഥന കളിക്കളമല്ല, ഉപവാസ പ്രാർത്ഥന പോർക്കളമാ. കളിക്കളമാണെങ്കിൽ റീടേക്കുകളുണ്ട്, കളിക്കളമാണെങ്കിൽ അടുത്ത അവസരമുണ്ട്. ഒരു ഫംഗ്ഷനിൽ തോറ്റുപോയാൽ ആദ്യത്തെ ഓട്ടത്തിൽ 2ാം സ്ഥാനത്തെത്തിയാൽ 2ാമത്തെ ഓട്ടത്തിൽ 1ാമതെത്താം. അവസാന ഭാഗത്ത് ഓടി ഫിനിഷ് ചെയ്താൽ അടുത്ത കളിയിൽ ഓട്ടത്തിൽ തോറ്റുപോയാൽ ചാട്ടത്തിൽ കയറാം, ചാട്ടത്തിൽ തോറ്റുപോയാൽ ഹൈ ജമ്പിൽ കയറാം. ഇത് കളിക്കളമല്ല, ഇത് പോർക്കളമാ. പെന്തക്കോസുകാരാ, നീ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, നീ നിൽക്കുന്നത് പോർക്കളത്തിലാ. ബൈബിളിന്റെ വചനം ഞാൻ ആവർത്തിക്കുന്നതിന്റെ കാതിൽ കേൾക്കുന്ന ശബ്ദം ഇന്ന് പകൽ വിളിച്ചു പറയാം, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഈ പകൽ കുഞ്ഞെ ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന, ദൈവം നിന്നോട് കാര്യം തീർക്കുന്ന, ദൈവത്തിന് മുൻപാകെ നിന്ന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തെ തുറന്ന്, ദൈവത്തിന്റെ ഓർമ്മ പുസ്തകത്തെ തുറന്ന്, നീ ചെയ്ത പ്രവൃത്തിയുടെ മാനദണ്ഡം അനുസരിച്ച് ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല എന്ന് ഇന്ന് മകൻ വിളിച്ചു പറഞ്ഞാൽ ആമേൻ പറയാൻ തന്റെ ദൈവമക്കൾ ഇന്ന് മകൻ ആമേൻ പറഞ്ഞവരെ ആരാധിക്കണം.
സ്തോത്രം. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒറ്റ വെളിപ്പാടേ ഉണ്ടാകാൻ പാടുള്ളൂ, നിത്യത എന്ന വെളിപ്പാട്. സ്തോത്രം. ഈ ലോകത്തെ എല്ലാം ദൈവം തരും. വണ്ടി കിട്ടും, വീട് കിട്ടും, നല്ല ഭാര്യയെ കിട്ടും, നല്ല മക്കള് കിട്ടും. ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നു. ഞാൻ പ്രോസ്പിരിറ്റി വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു ദൈവദാസനാണ് ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം നൽകി തരാം. ദൈവം വിശ്വസ്തനായ ദൈവം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ എടുക്കണ്ട, കമ്പിവാചകം പോലെ പോകാം. നിങ്ങൾക്കെല്ലാം പറഞ്ഞു ഞാൻ വിടാം. എടുക്കണ്ട, എല്ലാ വാക്യം എടുക്കണ്ട. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അബ്രാം എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നു. ബൈബിൾ പറയുന്നു അവനെ ഏകനായി വിളിച്ചിറക്കി അനുഗ്രഹിച്ചു. 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നത്, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, പരിചയാണ്. നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് നീ യാത്ര പുറപ്പെടണം. ഏത് ദേശത്തോട്ടാണ് യാത്ര പുറപ്പെടുന്നത്? കാണിപ്പാനിരിക്കുന്ന ദേശം. ഏതാ ദേശം എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കനാൻ എന്ന് പിന്നത്തെ വെളിപ്പെട്ട് വരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കാണിപ്പാനിരിക്കുന്ന ദേശം. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവശബ്ദത്തിനകത്ത് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിനക്ക് തയ്യാറാകണം. വെല്ലുവിളി പരിഹസിക്കപ്പെടും, നിന്ദിക്കപ്പെടും, ആക്ഷേപിക്കപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. സമൂഹം മുഴുവൻ കളിയാക്കും, സമൂഹം മുഴുവൻ ചോദ്യം ചെയ്യും. അകത്തു കേട്ട ദൈവശബ്ദത്തിന് മുൻപിൽ ഒരു ഭോഷനെ പോലെ നിൽക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ ഈ പകൽ ഞാൻ വിളിച്ചു പറയാം, ആരെക്കാളും അപ്പുറം ഇന്ന് പകൽ ദൈവത്തിന്റെ സ്വപ്നങ്ങൾ റിവീൽഡ് ചെയ്യുന്ന, ദൈവത്തിന്റെ പ്ലാനുകളെ റിവീൽഡ് ചെയ്യുന്ന ഒരു സ്ഥലമായി നിന്റെ പ്രാർത്ഥനാ മുറികൾ മാറും. പക്ഷെ എനിക്ക് ചില ഫീഡ്ബാക്ക് തരാം ഒരല്പം. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ എല്ലാം വിട്ടിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് യാത്ര പുറപ്പെടണം. കൂട്ടുണ്ടോ നിങ്ങൾ? കാണിപ്പാനിരിക്കുന്ന ദേശം. നീ ആദ്യം എന്തോ ചെയ്യണം? ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് യാത്ര പുറപ്പെടണം. അബ്രഹാം അനുസരിച്ചോ? എന്നേക്കാൾ പ്രായമുള്ള ഞാനൊരു അഭിഷക്തനെ കണ്ടു. അദ്ദേഹം AG-യിലെ ശുശ്രൂഷകനാണ്, വേദിയിരിക്കുന്ന ദൈവദാസൻ. ഞാൻ അച്ഛനെ യൂട്യൂബ് മെസ്സേജ് ഇരുന്നാണ്. ഓക്കെ, ദൈവദാസനെ പ്രൈസ് ഗോഡ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പ്രിയ ബഹുമാനിയ ദൈവദാസൻ, എന്റെ പിതാവിന്റെ പ്രായം കാണാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ എളിയ എന്റെ ചെറിയ അറിവിൽ വെച്ച് ഞാൻ പറയാം, ഈ പുള്ളി അനുസരിച്ചിട്ടില്ല. കൂടില്ല നിങ്ങൾ. ഈ പുള്ളി ആരോടായിരുന്നു പ്രസംഗിക്കും? നമുക്ക് അങ്ങനെ നമ്മളൊന്ന് തലേ കയറിയപ്പോൾ അതിൽ നിന്ന് വിടത്തില്ല. സ്വത്രം. അബ്രഹാമിനോട് ദൈവം എല്ലാം വിട്ട് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം ഒരിക്കൽ പോലും അതനുസരിക്കാതെ ഇറങ്ങി യാത്ര പുറപ്പെട്ടു. അനുസരിക്കാതെ അബ്രഹാം ഇറങ്ങി യാത്ര പുറപ്പെടുമ്പോഴും വിശ്വസ്തനായ ദൈവം അബ്രഹാമിനെ കൈവിടാൻ തയ്യാറായില്ല. 12-ാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ നിന്റെ ദേശം വിടണം. പറഞ്ഞേ, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. നീ 3 കാര്യം വിട്ടിട്ട് എന്റെ കൂടെ വന്നാൽ 6 കാര്യം ഞാൻ നിനക്ക് തിരിച്ചു തരും. ഹലോ, കൂടില്ല നിങ്ങൾ. നീ എന്തെങ്കിലും ദൈവരാജ്യ നിമിത്തം വിടാൻ തയ്യാറായാൽ ഉറപ്പോടെ പറയാം, നിന്റെ നഷ്ടങ്ങളെ പോലും ലാഭമാക്കുന്ന എന്തെങ്കിലും ദൈവരാജ്യ നിമിത്തം നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാം, നിന്റെ നഷ്ടത്തെ ലാഭമാക്കി തരുന്ന ദൈവമുണ്ട്. പാട്ടുകാരൻ പറയുന്ന പോലെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട്, ഈ നാമം പേര് ഇറങ്ങി തിരിച്ചിട്ട് നീ പട്ടിണി കിടക്കാൻ, നീ തകർന്നു പോകാൻ, നിന്റെ കുടുംബം ശിഥിലമായി പോകാൻ, നിന്റെ തലമുറ അനാഥമാകാൻ, നിന്റെ കുടുംബത്തിൽ വിവാഹം നടക്കാതിരിക്കാൻ, നിന്റെ തലമുറയ്ക്ക് അടുത്ത ജനറേഷൻ കാണാതിരിക്കാൻ പിശാച് ഒരുക്കുന്ന കുരുക്കുകളെ ഇന്ന് പകൽ യേശു അടിച്ചു മാറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ തന്റെ ദൈവമക്കൾ ഇന്ന് പകൽ ആമേൻ പറഞ്ഞു പറയാ. അവനാർക്കും കടക്കാരനല്ല. സ്തോത്രം. പിതൃഭവനത്തെ വിടണം, ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം. നീ 3 കാര്യം വിട്ടിട്ട് എന്റെ കൂടെ വന്നാൽ ഞാൻ 6 കാര്യം ഞാൻ നിനക്ക് മടക്കി തരാം. 1, നീ വിടാൻ തയ്യാറ്. 1, ഞാൻ നിന്നെ വലിയൊരു
ജാതിയാക്കും. രണ്ട്, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത വാക്ക്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരാമേൻ പറ. ഇന്ന് മകൻ ഞാൻ പറയാം, അനുഗ്രഹം പ്രാപിക്കാൻ ഒറ്റ കാര്യം, അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചോണം. ഒരു സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം പറ. നിങ്ങളുടെ ഇടയിൽ വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ നിങ്ങൾ അനുഗ്രഹിച്ചോണം. നിങ്ങളുടെ സഭയിൽ വരുന്ന അഭിഷക്തന്മാരെ, നാടും വീടും നാമധേയ കൂട്ടങ്ങളും വിട്ട് നിങ്ങളുടെ ദേശത്ത് കടന്നു വരുന്ന നിങ്ങൾ അഭിഷക്തന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. അവിടെയാണ് അനുഗ്രഹത്തിന് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. ഈ പല സഭകളുടെയും, ഈ സഭയുടെ കാര്യം എനിക്ക് അറിയത്തൊന്നുമില്ല, കർത്താവ് തരാത്ത വെളിപ്പാടൊന്നും പറയണ്ട, പല സഭയുടെയും തകർച്ച എന്ന് പറഞ്ഞത് ദൈവദാസന്മാരുടെ കണ്ണുനീരാ. ഹലോ, കൂടുണ്ടോ നിങ്ങൾ? നാടും വീടും വിട്ട് നാമധേയ കൂട്ടങ്ങൾ വിട്ട് ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് കാശുള്ള തോമാച്ചന് പണമുള്ള ലീലാമയം പറയുന്ന കേട്ടില്ലെങ്കിൽ വാരിക്കെട്ടി പോകേണ്ട ദൈവദാസന്മാരങ്ങ് പോകും കേട്ടോ. പക്ഷെ കണക്ക് പിടിക്കേണ്ട കാലഘട്ടമുണ്ട്, കണക്ക് തീർക്കുന്ന കാലഘട്ടമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാം, മനുഷ്യനോട് ചെയ്തത് മനുഷ്യനോടും ദൈവത്തോട് ചെയ്തത് ദൈവത്തോടും ചോദിക്കാതെ പാപക്ഷമയുണ്ടാകത്തില്ല. ബൈബിൾ പറയുന്നു, അല്ലയോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആരെങ്കിലും വല്ല വിധേനയും പാപം ചെയ്തു പോയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു കാര്യസ്ഥനുണ്ട്. ഇന്ന് മകൻ വിളിച്ചു പറയാം, മനുഷ്യനോട് പിഴച്ചത് മനുഷ്യനോടും ദൈവത്തോട് പിഴച്ചത് ദൈവത്തോടും നിങ്ങൾ ഏറ്റു പറയണം. ശമൂവേല് പറയാൻ, അല്ലയോ കുഞ്ഞുങ്ങളെ, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്ത ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത അർത്ഥം പറയാം, ദേശത്താക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരോടാണ് യുദ്ധമെങ്കിൽ കണക്ക് തീർക്കുന്ന കാലഘട്ടം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് മകൻ തിരിച്ചറിഞ്ഞ് ആമേൻ പറഞ്ഞു മാനസാന്തരപ്പെടുക, ആമേൻ പറഞ്ഞു മടങ്ങി വരിക, ആമേൻ പറഞ്ഞു ക്രമീകരിക്കുക. ഇന്ന് മകൻ നഷ്ടപ്പെട്ടത് മടക്കി പ്രാപിക്കാൻ അകത്തെ മനുഷ്യരിൽ ഇന്നു രാത്രി ഒരു കൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കണ്ട് അവരെ ഞാൻ അനുഗ്രഹിക്കുവച്ചാ. ഒരു സ്തോത്രം പറ. ഈ അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചാൽ അവന്റെ മേൽ വ്യാപരിക്കുന്ന അനുഗ്രഹം അവരിൽ നിന്ന് നമ്മളിലേക്ക് കൈമാറും. എന്താ തെളിവ് ഞാൻ പറഞ്ഞു? നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കേണ്ട ദൈവദാസൻ പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം 3 വർഷം നിങ്ങളുടെ സഭയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പ്രാർത്ഥനാ മനുഷ്യന്മാരായി മാറും. നിങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന ശുശ്രൂഷകൻ മിറക്കിളുകൾ ചെയ്യുന്ന, അത്ഭുത രോഗശാന്തിയുടെ കൃപാവരങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ ആ ചാലകങ്ങൾ തുറക്കും. നിങ്ങളുടെ സഭയിൽ വരുന്ന ദൈവദാസൻ സുവിശേഷാത്മാവുള്ള മനുഷ്യനാണെങ്കിൽ അറിയാതെ സുവിശേഷം പറയാൻ നിങ്ങളുടെ അകത്ത് ആത്മാവിനെ അദ്ദേഹം എപ്പോഴും ഉണർത്തിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം പറ. നിങ്ങളുടെ അഭിഷക്തൻ ഒരു ദർശനമുള്ള മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനം നിങ്ങളോട് പങ്കുവെക്കും. ആ ദർശനത്തോട് നിങ്ങൾ കണക്ട് ആകണം. അവിടെ അനുഗ്രഹത്തിന്റെ മഴകൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ദൈവം അയക്കാതെ ഒരാൾക്ക് ഈ സഭയിൽ വരാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരാൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കാത്ത ഒരാൾക്ക് ഈ പ്രാർത്ഥന ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, സകലത്തിനെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കരത്തിന്റെ ഉടമ ഇന്ന് പകൽ സകലത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് പകൽ കരം ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, അബ്രഹാമെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ മാനിക്കാം. ഒറ്റ കാര്യമുള്ളൂ, നീ വിട്ടിട്ടിറങ്ങി വരണം. അബ്രഹാം അനുസരണക്കേട് കാണിച്ചെന്ന് നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ഒരിക്കൽ പോലും ദൈവം പറഞ്ഞില്ല അബ്രഹാം അവിശ്വസ്തനാണെന്ന്. ഹലോ, ഒരിക്കൽ പോലും ദൈവം പറഞ്ഞില്ല അബ്രഹാം അനുസരണക്കേട് കാണിച്ചെന്ന്. ഒരിക്കൽ പോലും ദൈവം പറഞ്ഞില്ല അബ്രഹാമിന് കൈ കുരുത്തക്കേടുണ്ടെന്ന്. ഒറ്റ കാര്യം ഞാൻ പറയാം, 90ാമത്തെ വയസ്സിൽ വാഗ്ദത്തം പറയാൻ ഇറങ്ങി വരുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു, അബ്രഹാമെ, നീ എന്റെ മുൻപാകെ. ഒരു സ്വത്രം പറ. ആരും അറിയാതെ, ആരോട് പറയാതെ കാര്യം, അബ്രഹാം, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കരായി നടക്കണം. കാര്യം, നിന്റെ നിഷ്കളങ്കത്വമില്ലാത്ത മേഖലകൾ ചില വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെക്കുക. ചില രോഗക്കെട്ടുകളിൽ നമുക്ക് അറിയാൻ, ചില കടഭാരങ്ങൾ അറിയാൻ, ചില ബന്ധനങ്ങൾ അറിയാൻ, ചില അടഞ്ഞ വാതിൽ തുറക്കാൻ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Are you receiving in the മകൾ ഒരു മാനസാന്തരം? ദൈവം അങ്ങനെ നിങ്ങളെ നോവിക്കുന്ന ദൈവമല്ല.
നിങ്ങളെ നാറ്റിക്കുന്ന ദൈവമല്ല, നിങ്ങളെ കുറ്റം പറയുന്ന ദൈവമല്ല. ദൈവം ഒരിക്കലും ഇസഹാക്കിനോട് പറയും, ഇസഹാക്കേ, നിന്റെ അപ്പൻ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടന്നു. ഒരു സ്തോത്രം പറ. 2025 അവസാന മണിക്കൂർ ഞാൻ പറയാ, നിന്റെ സങ്കടം നാട്ടുകാരോട് പറഞ്ഞാൽ ലോകമറിയും, നിന്റെ വേദന ചുറ്റുപാടുകളോട് പറഞ്ഞ ലോകമറിയും. പ്രാർത്ഥന മുറിക്കകത്ത് ചെന്ന് നിന്റെ വികാരം പറയാ, നിന്റെ വിചാരം പറയാ, നിന്റെ സന്തോഷം പറയാ, നിന്റെ സങ്കടം പറയാ, നിന്റെ വേദന പറയാ, എല്ലാം പറയാ. അവൻ ആരോടും പറയത്തില്ല, അവൻ ആരോടും പങ്കുവയ്ക്കത്തില്ല, അവൻ ആരെ മുമ്പിൽ നിന്നെ കളിയാക്കത്തില്ല, അവൻ ആരുടെ മുമ്പാകെ നിന്നെ പരിഹസിക്കത്തില്ല. ഇന്ന് പകൽ ഇത്ര നല്ല ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ പറയാം, എന്റെ ഏറ്റവും വലിയ ആവേശം പ്രസംഗിക്കാൻ പറ്റുന്നതല്ല, എന്റെ ഏറ്റവും വലിയ ആവേശം എനിക്കൊരു വാഹനത്തിൽ വരാൻ പറ്റിയെന്നുള്ളതല്ല. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ അവനെയും അവൻ എന്നെയും അറിഞ്ഞതാ. ഇന്ന് പകൽ ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഞാൻ അവനെ അറിയാതിരിക്കെ അവനെ ചൊല്ലി വിളിച്ചു, ഞാൻ അവനെ അറിയാതിരിക്കെ അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ അവൻ പ്രിയനായവനിൽ എന്നെ സൗജന്യമായി ദത്തെടുത്തു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പോലെ ഭാഗ്യപദവി ആർക്കാ ഉള്ളേ? ഇന്ന് പകൽ പറയാം, നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരും ഇല്ല. അതാ പാട്ടുകാരൻ പറഞ്ഞത്, പരദേശികൾ ഭാഗ്യശാലികൾ പരദേശികൾ ഓ അവനായി കഷ്ടത 25 വർഷം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് വാഗ്ദത്തം പിടിച്ചോണ്ടിരിക്കുക. 3 ആഴ്ച പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ല, സ്തോത്രമില്ല, ഹല്ലേലൂയയില്ല, ഗ്ലോറിയില്ല. സ്തോത്രം പറഞ്ഞേ. 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി കിട്ടിയില്ല, ഹല്ലേലൂയയില്ല, സ്തോത്രമില്ല. 25 വർഷം എവിടോ കേട്ടൊരു ദൈവശബ്ദം. എന്താ കേട്ട ദൈവശബ്ദം? തലമുറയില്ലാതെ മണ്ണിൽ കാലൂന്നിട്ട് ചോദിക്കാം, ദൈവമേ എപ്പോഴാ എനിക്കൊരു തലമുറ തരുന്നത്? നിന്നെ ആരാധിക്കാൻ ഇറങ്ങിയതല്ലയോ, എപ്പോഴാ എനിക്കൊരു തലമുറ തരുന്നത്? തലമുറ തരാമെന്നല്ല പറഞ്ഞത്, നീ കാലി ചവിട്ടിക്ക് ദേശം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും. അർത്ഥം, നീ ദൈവത്തെ കണക്ക് പഠിപ്പിക്കാൻ പോയാൽ ദൈവം നിന്നെ തിരിച്ച് കണക്ക് പഠിപ്പിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഇറങ്ങി പാടാ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. പിടിച്ചിറക്കിട്ട് പറഞ്ഞു, മേലോട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. നോക്കി. എന്റെ മലയാള പദം പറയാം, അംഗൻവാടി കുഞ്ഞുങ്ങളെ ടീച്ചർമാര് പഠിപ്പിക്കുന്ന പോലെ എന്റെ ഫലിത ഭാഷ പറയാം, ചൂരൽ വടി എടുത്തിട്ട് പറഞ്ഞു, എണ്ണടാ എന്ന് പറഞ്ഞു. എണ്ണുക. 1, 2, 3, 50, 51, 52, എണ്ണടാ. 56, എണ്ണടാ. 1000, എണ്ണടാ. 1001, എണ്ണടാ. പറ്റത്തില്ല. ഇതേപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുക, ഇതേപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. ഇന്ന് മക്കൾ അളവ് കൂടാൻ അനുഗ്രഹിക്കുന്ന ഇതേപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഇതേപോലെ ആശ്രയിക്കാൻ കൊള്ളാകുന്ന, ഇതേപോലെ ചേർത്ത് പിടിക്കാൻ കൊള്ളാവുന്ന, ഇതേപോലെ സങ്കടം പറയാൻ കൊള്ളാവുന്ന, ഇതേപോലെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന വേറൊരു ദൈവമില്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയ ദൈവമക്കൾ 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ ഈ രാത്രി ഈ പക ദൈവത്തിന് ഒരാരാധന. Rakata Bashila Boti Namashia Telibaka Retamana Shekatana Lebrakata Masia Le Ramoshian Tanjana Tila Vagta to the Vadiga Turakano Till Udara Samola Roga Katagalino Till a Tanamaraki with the Vadiga Turakano Yeshua Namatil I see Brendagan I see Brendagan Yamal Cancer Jayuga Nasraya Namatil Marana Kurikigal in the Bucket Ariata Sabavi Kariata, Kudimanga Kariata, Desh of the Kariata.
കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, യോസഫ് കണ്ടതുപോലൊരു സ്വപ്നം, എന്നോ കണ്ട നിന്റെ സ്വപ്നം, എന്നോ കണ്ട നിന്റെ ഒരു നിയോഗം. ഈ പകൽ കർത്താവ് എന്നോട് പറയുന്നു, മോശയുടെ കരം താണപ്പോൾ ആ കരത്തെ താങ്ങാൻ ഒരു ഊരും അഹരോനും എഴുന്നേറ്റ് വന്ന പോലെ നിന്റെ കരത്തെ താങ്ങാൻ, നിന്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന, നിന്റെ നിയോഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ നിനക്ക് തരും. അധനാമന റിയാദൽ ഹദാനാമൗഷസ്മി അന്തൽ കമനാദിയ. അബ്രഹാം നിമിത്തം ഒരു അനുഗ്രഹം ദേശത്ത് വെളിപ്പെട്ടു വന്നതുപോലെ, യോസഫ് നിമിത്തം ഫറവോൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, പൗലോസ് നിമിത്തം കപ്പലുള്ളവർ സുരക്ഷിതരാക്കപ്പെട്ടതുപോലെ, നീ നിമിത്തം ഈ സഭയ്ക്കകത്ത് ഉണർവുണ്ടാകുമെന്ന് പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുന്നു. പ്രാർത്ഥനാ മുറികൾ നീ കരഞ്ഞ ചിലതിന്റെ മറുപടി ബലവാന്മാർക്കും ശക്തന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് നിന്നിലൂടെ ചെയ്തെടുക്കുമെന്ന് പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുന്നു. ഏലിയാവിനും ഏലീശയ്ക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ ഒരു യേഹൂവിനെ അഭിഷേകം ചെയ്ത പോലെ ഈ ദിവസം നിന്റെ മേൽ അങ്ങനെ ഒരു പുതപ്പ് കൈമാറുമെന്ന് പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുന്നു. ഉൾമുറികൾക്ക് അവസാനം കുറിക്കുമെന്ന്, ഉൾമുറിക്കകത്ത് നീ കരഞ്ഞ ചിലതിനകത്ത് പരസ്യമായ ചില മറുപടികൾ നിന്റെ മുന്നിൽ വെളിപ്പെട്ട് വരുമെന്ന് പ്രവചിക്കാൻ ദൈവം എന്നോട് ആലോചന പറയുന്നു. 2026 നിന്നെ സംബന്ധിച്ച് ഒരു ബ്ലെസ്സിങ്സിന്റെ മാസമായിരിക്കും. ചില വാക്യം കർത്താവിനോട് പറയുന്നു, അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. നീ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പല കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തും എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ ഇങ്ങനെ എൻ്റെ മേലാഞ്ഞടിക്കപ്പെട്ടത്? പ്രാർത്ഥനയുടെ ആത്മാവിൽ കരയുന്ന സന്ദർഭങ്ങളിൽ ചോദിച്ച ചില ചോദ്യത്തിന് മറുപടി പറയാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന് ഇന്ന് പകലേശ്വരൻ നാമത്തിൽ പ്രവചിക്കുന്നു. നിന്റെ ദർശനം വലിയതാണ്, നിന്റെ സ്വപ്നം വലുതാണ്. നിന്നോടുള്ള ഒരു വെല്ലുവിളി നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ നിമിത്തവും നിന്നിൽ മറഞ്ഞു കിടക്കുന്ന ക്രിസ്തു നിമിത്തവും ആയതുകൊണ്ട് പോർക്കളത്തിൽ ധൈര്യമായി നിൽക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ അന്തിമ ജയത്തെ നിനക്ക് തരാൻ ദൈവം നിന്നെ ബഹുദൂര യാത്രയ്ക്ക് വേണ്ടി ഓടിക്കും. ഞാൻ ഈ വാക്കുകൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ ഇരിക്കുന്ന ഒരു മനുഷ്യന് ദീപശുത എടുത്ത് ജനക്കൂട്ടത്തിന് നടുവിൽ ഓടിപ്പോകുന്ന പോലെ ഒരു ഉണർവിന്റെ തീനാളമായി ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് പ്രവചിക്കാൻ ഈ പകൽ കർത്താവിനോട് ആലോചന പറയുന്നു. വിശ്വസ്തനായി നിൽക്കുക, വിശ്വസ്തനായി നിൽക്കുക, സുവിശേഷകന്റെ വേല ചെയ്യുക, കഷ്ടം സഹിക്കാം. കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ട്. നീ അനുഭവിച്ച കഷ്ടതയ്ക്ക് അറുതിയുണ്ട്, നീ അനുഭവിച്ച പ്രയാസത്തിന് അറുതിയുണ്ട്. ആമേൻ. ഈ സഭയിലിരിക്കുന്ന ആരെക്കാളും അപ്പുറം അനവധി പ്രയാസത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണ് നീ യാത്ര ചെയ്ത് കയറി നിൽക്കുന്നത്. ഈ പകലൊരു വാക്കിനോട് നീ ഉറപ്പിക്കുന്നു, കൂരിരുളിന്റെ താഴ്വരയിൽ ശരണമായി ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയാൻ ദൈവനോട് ആലോചന പറയുന്നു. കർത്താവേ, ഞാൻ ഈ അഭിഷേകനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക്, ഈ ദേശത്തിന് താൻ ഒരു അനുഗ്രഹമാകട്ടെ. തന്നിയുടെ ജനറേഷനെ പുറത്തെടുക്കട്ടെ. ചില യുവാക്കളെ നിങ്ങളുടെ ചർച്ചുമായി കണക്റ്റഡ് ആകാത്തതുപോലെയുള്ള, അങ്ങനെ കർത്താവിനോട് പറയുന്നു. അസലി ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, ഈ ദേശമായി ബന്ധപ്പെട്ട ചില യുവാക്കളെ നിന്നോട് ഞാൻ കണക്റ്റ് ആക്കി തരും. നിന്റെ ലൈഫിനകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്തൊരു വഴിത്തിരിവായിരിക്കുമെന്ന് പറയാം. കർത്താവിനോട് പറയും, നീ ഇവരിൽ എല്ലാവരെക്കാളും വ്യത്യസ്തരാണ്. മുൻകാലങ്ങളിൽ ഇരുന്ന അഭിഷക്തന്മാരെക്കാൾ, എനിക്ക് ആരെയും ചരിത്രം അറിയത്തില്ല. കർത്താവിനോട് പറയുന്നു, മുൻകാലങ്ങളിൽ ഇരുന്ന അഭിഷക്തന്മാരെക്കാൾ നീ വ്യത്യസ്തനാണ്. മുൻകാലങ്ങളിൽ ഇവിടെ കാലഘട്ടങ്ങളിൽ നീങ്ങിപ്പോയ അഭിഷക്തന്മാരെക്കാൾ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയാം, മുൻപിൽ നിൽക്കുന്ന നിനക്ക് വെല്ലുവിളികളുണ്ട്, മുമ്പിൽ നിൽക്കുന്ന പോർവിളികളുണ്ട്. പക്ഷെങ്കിൽ ആര് നിന്നെ കയ്യേറ്റ ഞാൻ അനുവദിക്കത്തില്ല. യാക്കോബിന് വിരോധമായി ചലിക്കുന്ന ലാബാനോട് ഇടപെട്ട പോലെ നിനക്ക് വിരോധം നിൽക്കുന്ന വ്യക്തികളോട് ഞാൻ സംസാരിക്കും. ചിലതിന് അതിർവരമ്പ് കൽപ്പിക്കും, ചിലതിന് ഞാൻ അതിർവരമ്പുകൾ കൽപ്പിക്കും, ചിലതിന് ഞാൻ അതിർവരമ്പുകൾ കൽപ്പിക്കും. വാക്ക് ദൈവം ആവർത്തിക്കുന്നു, ചിലതിന് ഞാൻ നീ മുഖാന്തരം അതിർവരമ്പുകൾ കൽപ്പിക്കും. ചേർന്നരാമേൻ പറഞ്ഞ അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ എന്റെ മുൻപാകെ നിഷ്കളങ്കരായി നടക്ക്. ഇസ്ഹാക്കിനോട് പറയുക, ഇസ്ഹാക്ക്, നിന്റെ അപ്പൻ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടന്നൊരു മനുഷ്യനാണ്. സ്വന്തം. അപ്പൊ അബ്രഹാം അനുസരിച്ചോ? ഇല്ല. അബ്രഹാം പോകുന്ന സമയത്ത് അബ്രഹാമിനോട് എല്ലാം ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടോ നിങ്ങൾ? കൂടില്ല. അബ്രഹാമിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. സ്വത്തുണ്ടായിരുന്നു,
അപ്പനുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, മൃഗസമ്പത്തുകളുണ്ടായിരുന്നു. കൂടില്ല. 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. ലോത്ത് എന്ന് പറഞ്ഞ ആരാണ്? അബ്രഹാമിന്റെ പറഞ്ഞേ, എത്ര വർഷമായി ചർച്ച തുടങ്ങിയിട്ട്? ആത്മാക്കളാരും ചോദിക്കത്തില്ല, പേടിക്കണ്ട. എത്ര വർഷം തുടങ്ങിയിട്ട്? അതും അറിയത്തില്ല. എത്ര വർഷം അയച്ചാ? ആർക്കും അറിയത്തില്ല. 50 കിലോ ആയോ? 100 ആയോ? അതുക്കും മേലെ. ഗ്ലോറി, സ്വത്രം. അപ്പൊ അത്രയും വർഷം കൊണ്ട് വചനം കേൾക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കാം, അബ്രഹാം ലോത്തിന്റെ ആരാ? ഗ്ലോറി, സ്വത്രം. സഹോദര പുത്രൻ. പിതൃഭവനം ഉണ്ടായിരുന്നോ? കൂടില്ല. ഉണ്ടായിരുന്നു വെച്ചാ? ഉണ്ടായിരുന്നു. അപ്പൊ വിടാൻ പറഞ്ഞതിനെ കൊണ്ട് പുള്ളി ഇറങ്ങി വന്നേ. പക്ഷെ ഒരു കാര്യം പറയാം, വിടാൻ പറഞ്ഞതിനെ അവൻ വിട്ടില്ലെങ്കിലും അവനെ പിടിച്ചവൻ കൈവിട്ടില്ല. ഒരു സ്വത്രം പറ. ഇവൻ ചിലതിനെ പിടാതെ പിടിക്കുമ്പോഴും ഇവന്റെ കയ്യെ പിടിച്ചാൽ പിടിവിടത്തില്ല. ഇന്ന് പകരം വിളിച്ചു പറയാം, നിങ്ങൾ അവിശ്വസ്തരായാലും ഒരാമേൻ പറയാൻ പറ്റുമെങ്കിലാണ്. ഇന്ന് പകൽ സാമൻ നിന്ന് പ്രസംഗിക്കുന്നത് സാമിന്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ അവിശ്വസ്തനായപ്പോഴും യേശു വിശ്വസ്തനായത് കൊണ്ട് ചേർന്നൊരാമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. വാക്കുകൾ ശ്രദ്ധിക്കണമേ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അപ്പൊ എന്റെ ചോദ്യം, ദൈവം സംസാരിക്കാൻ കഴിയാത്ത നിലവാരങ്ങളിൽ ചില ലോത്തുമാർ കൂടുള്ളതാണ് ദൈവശബ്ദങ്ങൾ കേൾക്കാൻ പറ്റാതെ പോകുന്നത്. ഇന്ന് പകൽ നിന്റെ ലോത്തിനെ കൊല്ലാൻ നിനക്ക് പറ്റുമെങ്കിൽ സ്വത്രം പറ. ലോത്തിന്റെ പ്രത്യേകത എന്തുവാ? അവന് പള്ളിയിൽ മുഖ്യാസനം വേണം. ഹലോ, ഇരിപ്പിടത്തിൽ പ്രധാന സ്ഥലം വേണം. പുള്ളി ഇരിക്കുന്ന എവിടാ? നാട്ടുകാരുടെ മധ്യ. കൂടുണ്ടോ നിങ്ങൾ? വീട് നേരെയല്ല, നാട് നേരെയല്ല, പട്ടണവാതിക്കല പ്രശസ്തി. ഹലോ, നിങ്ങളുടെ കാര്യമല്ല. സ്വത്രം പറഞ്ഞേ. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തലേക്ക് വെച്ച് അത് അമ്മയോട് പറയണം എനിക്ക് തോന്നിപ്പോവും. നിങ്ങളുടെ കാര്യമല്ല, സ്വത്രം പറഞ്ഞോണം. പെന്തക്കോസ്തലർ അങ്ങനെ കൃപയുണ്ട്, ഗുണപ്പെടുന്ന കാര്യം പറഞ്ഞു സ്വത്രം. കാര്യം ഞാൻ അല്ലല്ലോ എന്നാ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരുന്നോണം, എനിക്കൊരു സന്തോഷം അതാ. സ്വത്രം പറ. അപ്പം ലോത്തില്ലെങ്കിലും ലോത്തിന്റെ സ്വഭാവങ്ങളോട് വിട പറയണം. സ്വത്രം പറയാൻ പറ്റുമോ? ലോത്തിന്റെ സ്വഭാവങ്ങളോട് നിങ്ങൾ വിട പറയണം. ലോത്തിന്റെ പ്രത്യേകത വീടാണ്, അബ്രഹാമിന്റെ പ്രത്യേകത കൂടാരമാണ്. ഹലോ, കൂടുണ്ടോ നിങ്ങൾ? ലോത്തിന്റെ പ്രത്യേകത വീടെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, പൊളിയുന്നതല്ല. അബ്രഹാമിന്റെ വെളിപ്പാട് കൂടാരമാണ്. എന്താന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇറങ്ങി. അവിടെ വരുമ്പോൾ അബ്രഹാം ദൂതന്മാരെ കാണുമ്പോൾ പറയും, നിങ്ങൾ എന്റെ കൂടാരത്തിലൊന്ന് വരണം. പക്ഷെ ലോത്ത് അവരെ എവിടെ വിളിച്ച? നിങ്ങൾ എന്റെ വീട്ടിലൊന്ന്. അത്രയെങ്കിലും മനസ്സിലായല്ലോ. എല്ലാം ബാക്കി എടുത്തപ്പോൾ നിങ്ങളുടെ പാസ് എനിക്ക് 1 മണി വരെ സമയം തന്നത്, 1:10 വരെ പൊയ്ക്കോളാൻ പറഞ്ഞു. 1 മണിക്ക് നിന്നിട്ട് ഞാൻ നോക്കാം. ഇനി 1:10 1:15 നിങ്ങൾക്ക് പ്രശ്നം എനിക്കറിയാം. പറഞ്ഞേ. ഈ ദിവസങ്ങൾ ഇങ്ങനെ തുടർമാനമായിട്ട് സൗണ്ട് എടുക്കാൻ പോയി. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മൈക്കും കൊണ്ടാ പോയ ഒരു മീറ്റിംഗ് നടക്കുന്ന. പാസ്റ്റൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് പാസ്റ്റർ ചർച്ചിനോട് ചേർന്ന് തന്നെ വീട്ടിൽ വെച്ച പ്രാർത്ഥന. ഞാൻ വലിയ ബോക്സ് കൊടുത്തോണ്ടാ പോയത്. അവരിങ്ങനെ എന്നെ നോക്കി. നമ്മൾ ജാടയല്ല. സ്വത്രം പറഞ്ഞു. ചില ഇയാൾ വലിയ ദാനം പോയി. നമ്മൾ ജാടയുടെ അല്ല, സൗണ്ട് എടുക്കാൻ വയ്യാത്തോണ്ടാണ്. കൂടുണ്ടോ നിങ്ങൾ? കാര്യം നാളെ പെരുമ്പാവൂർ തുടർമാനം ഇങ്ങനെ യാത്ര കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ഒരു സ്വത്രം പറഞ്ഞു. സന്തോഷമില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്വത്രം പറഞ്ഞിരിക്കണം. അപ്പൊ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങി. ദൂതന്മാരെ അബ്രഹാം ക്ഷണിച്ചത് എവിടാന്നറിയാമോ? കൂടാരത്തിൽ. അബ്രഹാമിന്റെ കൂടാരം എന്നൊക്കെ പറയുമ്പം എൻ്റെ പ്രിയരെ, ഈ നിങ്ങൾ പെന്തക്കോസ്തലരെ പോലെ ഞാനും വിശ്വസിക്കുന്ന കൂടാരം എന്തോ ചെറിയ സെറ്റപ്പാന്നാ. ഇതേപോലൊക്കെ സത്യത്തിൽ കൂടാരം പോലെ നല്ല സോണ്ട്. രാമേൻ പറ. ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാ പ്രസംഗം. സ്വത്രം. അതെനിക്ക് സന്തോഷമില്ല. ആമേ സ്വത്രം. അപ്പൊ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ദൈവം ഇറങ്ങി. ഈ അബ്രഹാമിന്റെ കൂടാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കിയത്, ഈ അബ്രഹാമിന്റെ കൂടാരം എൻ്റെ വെളിപ്പാടിൽ ആദ്യത്തെ വെളിപ്പാട് ഞാൻ. അതുകൊണ്ട് ഈ അബ്രഹാമിന്റെ കൂടാരം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷമാർ ചെറ്റക്കുടിയിൽ കിടക്കുമ്പോൾ അബ്രഹാം കൂടാരത്തിൽ പാർത്ത പോലെ നമുക്കിനകത്ത് കിടക്കാൻ അന്നേരം തോന്നിയ കാര്യമാണ്. സ്വത്രം പറയേ. അതുകൊണ്ട് ഈ പെന്തക്കോസുകാർ ഈ പാസ്റ്റർമാരെ ഷെഡിൽ കൊണ്ട് പാർപ്പിച്ചിട്ട് അവർ AC ഇട്ട് വിറ്റി പോയി കിടക്കുന്നത്. സ്വത്രം പറഞ്ഞില്ല. അവർക്ക് പെരക്കിട്ട് 50 കക്കൂസ് ഉണ്ടെങ്കിൽ പാസ്റ്റർ പറഞ്ഞ പാസ്റ്റർ താഴെ തോട്ടത്തിലോട്ട് ഒരെണ്ണം കുഴിച്ചു തരാന്ന് പറഞ്ഞ ടീമാണ് അപ്പുറം. ഇത്രത്തോളം നിങ്ങളല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാ. സ്വത്രം പറ. സ്വത്രം പറ. ചർച്ചിലും പാസ്റ്റേജിലും എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ 50 പ്രാവശ്യം പറയാം. അതിന് വലിയ ക്വാളിറ്റി ഒന്നും
ഞങ്ങളുടെ അച്ഛൻ ടിൻഷീറ്റ് ഇടാൻ നേരം പറഞ്ഞു, ഈ ടിൻഷീറ്റ് പാസ്റ്റർ ഇത്ര കമ്പിട്ട് ഇട്ടാൽ മതി. ഞാൻ വെച്ചാൽ കുഴപ്പമില്ല, മോൻ്റെ വീട് പണി കിടക്കില്ല, അവിടെ ഇത് ഇടാൻ. അല്ല പാസ്റ്റർ അത് അങ്ങനെ പറ്റത്തില്ല, നമ്മൾ ഇതും ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു സ്വത്രം പറയാം. വീട് പണിയുമ്പോൾ നല്ലപോലെ പണിയാൻ, ചർച്ച് പണിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പണിത. സ്വത്രം പറ. തണുപ്പ് കൊടുക്കുന്നവന് തണുപ്പ് കിട്ടും. നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. സ്വത്രം പറ. ഇന്ന് നിങ്ങൾ കൊയ്ത് നിങ്ങൾ വിതച്ചതല്ല, അപ്പച്ചന്മാര് വിതച്ചതാ. നിങ്ങൾ വിതച്ചത് നിങ്ങൾ അല്ലെങ്കിൽ തലമുറ കൊയ്യും. സ്വത്രം പറ. ഒരു സ്വത്രം പറ. ഞാന് എൻ്റെ ചർച്ച ഞാൻ ദശാംശം പ്രസംഗിക്കാറില്ല. എൻ്റെ ചർച്ച ഞാൻ ദശാംശം, പക്ഷെ പോകുന്നിടത്ത് നല്ലപോലെ ഞാൻ പ്രസംഗിക്കും. കാരണം ഒരു കെട്ടി കീഴിലോട്ട് എൻ്റെ ഇരിപ്പുണ്ട്. സ്വത്രം പറ. മീൻകടക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചായക്കടക്കാർ ഇറച്ചിക്കടക്കാർ ബസ്സിനകത്തും എടുക്കത്തില്ല. അപ്പോഴത്തെ ഐഡിയ കൊണ്ട് ഞായറാഴ്ച കൊണ്ട് സ്വത്രാഴ്ച പത്തിൽ അങ്ങ് എൻ്റെ മോൻ അറിയത്തില്ല. ഇവൻ എന്നോട് അപ്പം നമുക്കിത് തിരിച്ചിടാന്ന്. സ്വത്രം അങ്ങനെ ഇടല്ലേ. സ്വത്രം പറ. ഹല്ലേലൂയ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട എങ്ങനെയാണെന്നറിയാമോ? അബ്രഹാം ദൈവത്തെ ബഹുമാനിച്ചു. ഞാൻ അവിടേക്ക് വരാം, വരണമല്ലോ. ഒരു സ്വത്രം പറ. ഈ യഥാർത്ഥ ഉണർവ് തന്നെ കയ്യടിയും ബഹളമൊന്നും അല്ല. ടി.ജി. ഉമ്മച്ചൻ അപ്പച്ചൻ പണ്ടൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നപ്പോൾ കാണാൻ ഒരു ടമ്പേർ പൊട്ടി, അടുത്തതും പൊട്ടി, അടുത്തത് കിഴി വീണ് കിടക്കുക. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, എടാ മോനെ എന്നാടെ ഇത്ര ടെമ്പേർ പൊട്ടി? അന്നേരം പറയാം, എൻ്റെ അപ്പച്ച എന്നെ ഉണർവായിരുന്നു, ഭയങ്കര ഉണർവാ. അപ്പച്ചൻ പറഞ്ഞു, ആഹാ ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ എന്ന് പറഞ്ഞു. സ്വത്രം. ഞായറാഴ്ച അപ്പച്ചൻ ചെന്ന്, ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞു. ചേട്ടാ അയ്യോ പണ്ടത്തെ അപ്പച്ചമ്മ ഇന്നത്തെ പോലെ അല്ലല്ലോ, എടാ മോനെ ഇങ്ങോട്ടൊന്ന് വാടാന്ന് ചോദിച്ചു. പാസ്റ്റർ വിളിക്കും, എടാ മോനെ നീ ഇങ്ങോട്ട് വന്നേ. ഉണർവ് എങ്ങനെ ഉണ്ടാകും? എൻ്റെ അപ്പച്ച ഭയങ്കര ഉണർവാ. 3 ടെമ്പേർ ഇമാര് പൊട്ടിച്ചു കളഞ്ഞു. 21 ദിവസം 3 ടെമ്പേർ. സ്വത്രം. 7ന്റെ അന്ന് അടുത്തത് പൊട്ടുവാ. 7 ദിവസം കൊണ്ടുമ്പോൾ ഓരോ ടെമ്പേർ നിങ്ങളുടെ കാര്യമല്ല. സ്വത്രം പറഞ്ഞേ. 7 ദിവസം ഓരോ ടെമ്പർ വെച്ച് അടിച്ച് പൊട്ടിക്കുക, കത്തിച്ച് പറിക്കുക. അപ്പച്ചൻ ചോദിച്ചു, മക്കളെ സ്തോത്രാഴ്ചക്കകത്ത് വല്ല മാറ്റം വല്ല വന്നിട്ടുണ്ടോടാന്ന് ചോദിച്ചു. പറഞ്ഞു അതിനകത്ത് വലിയ മാറ്റമൊന്നും. അപ്പച്ചൻ പറഞ്ഞു അതൊരു ഉണർവൊന്നും അല്ലടാന്ന് പറഞ്ഞു. സ്തോത്രം പറ. ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയാത്തത് ഉണർവല്ല. ദൈവത്തിന്റെ ഉണർവ് അകത്ത് കയറിയാൽ സാമ്പത്തികത്തിൽ വരും, ആരാധനയ്ക്കകത്ത് വരും, സ്തോത്ര കാഴ്ചക്കകത്ത് വരും, നിന്റെ കയ്യടിക്കകത്ത് വരും, നിന്റെ ഹല്ലേലൂയക്കകത്ത് വരും. ഒന്നുകൂടി പറയാം, നിന്റെ വീട്ടിലെ വളർത്തുനായ വരെ നിന്റെ മാനസാന്തരം അറിയും. സ്തോത്രം. സത്യം പറഞ്ഞാൽ ഞാൻ മാനസാന്തരം പ്രസംഗിക്കാനേ ഇരുന്നേ. പിന്നെ നിങ്ങൾ അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങളെ എന്തായാലും വർഷാവസാനം കത്താൻ നിൽക്കുമല്ലോ, ഇനി ഇയാൾ വന്ന് മാനസാന്തരം പറയുന്നത്, ഞാൻ അതുകൊണ്ട് പെയ്യങ്ങ് വെട്ടിയതാ അത്. സ്വത്രം പറഞ്ഞു. കാര്യം 2 പ്രാവശ്യം പാസ് മാനസാന്തരം പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് വേണ്ട, ഇനി ഞാൻ അത് തന്നെ പറയുമ്പോൾ ഇവർ പറയും ഇങ്ങനെ ലീഡ് ചെയ്തിട്ട് അങ്ങനെ വെട്ടിയിട്ടും പോയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്തിനാ പാവപ്പെട്ട ഭാഷ കടി. സ്വത്രം പറ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാമിന്റെ കൂടാരം ഞാൻ വിചാരിച്ചത് 4 ടാർപ്പ, ഒരു ഓല മെടഞ്ഞത്, 2 കമുകിന്റെ ഓല. സ്വത്രം പറ. ഇതെല്ലാം അഡ്ജസ്റ്റബിളാണ്. പക്ഷെ ബൈബിൾ ആധികാരികമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അംബാനിയൊക്കെ സമ്പന്നരായിട്ട് അബ്രഹാം നടന്നേ. മാത്രം എൻ്റെ അഭിഷേകത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം പറയാം. അബ്രഹാമിന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അസൂയില്ലാത്തൊരു ആമയും പറഞ്ഞോണം. അബ്രഹാമിന്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 1200-ലധികം പേരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ ചാ? ഉണ്ടായിരുന്നോ? ഉണ്ട് ഇല്ലയോ? വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ. 318 അഭ്യാസിക്ക് 318 അപ്പൻ, 318 അമ്മ. എത്ര അത് കൂട്ടിയാൽ മതി? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മ പെട്ടെന്ന് 954 ഞാൻ അടിപൊളി പെണ്ണുമ്പോൾ അതിന് മൊബൈൽ മാറ്റുവാൻ ഇയാൾ പറഞ്ഞു ഉള്ളയാണെന്ന് അറിയാൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ 900. അതും പിന്നെ ആലക്കാരും വേലക്കാരും അതും ഇതും പരിചാരങ്ങളും എല്ലാം കൂടെ കൂട്ടി ഏറ്റവും കുറഞ്ഞത് 1500 പേരുണ്ട്. അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം മുഴുവൻ യേശു ക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് കൈമാറി. ഇന്ന് മകൻ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പറയാം, യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിൽ പകർന്ന സകല അനുഗ്രഹങ്ങളും, സകല വാഗ്ദത്തങ്ങളും, സകല നന്മകളും ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ തലമുറയും അത് സ്വീകരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ ചർച്ചയിൽ പ്രോസ്പെരിറ്റി പ്രസംഗം ഞങ്ങളുടെ അച്ഛനങ്ങ് ആത്മാവ് കയറി പുള്ളി 2 പ്രാർത്ഥനയ്ക്ക് അത് വെട്ടി. കർത്താവേ, ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുകൊണ്ട് ഈ ലോകത്തിലെ നന്മകൾക്ക് ഞങ്ങൾ കണ്ടുവയ്ക്കാനിടയാകണ്ടേ എന്ന് പറഞ്ഞു. സ്തോത്രം.
സ്വതന്ത്രം പറ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന ചായ, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കടയിൽ കയറി 2000 രൂപ പെട്രോൾ അടിച്ചിട്ട് അച്ഛാ 1500 സ്വതന്ത്രം പറയുന്നത് അവർ കേൾക്കുമോ? അച്ഛാ? ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടയിൽ കയറി നല്ലൊരു മട്ടൻ ബിരിയാണി മേടിച്ചു, അച്ഛാ നല്ലൊരു മട്ടൻ ബിരിയാണി തരാം നമ്മൾ, അച്ഛാ ഒരു 38 സ്വോത്രം 4 ഹാലലിയ ഞാൻ പറയാമെന്ന് പറയാം, പെടലി കയറിയിടാന്ന് പറയും. സ്വോത്രം. പ്രോസ്പിരിറ്റി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ വന്ന AC ഉള്ള കാറിനകത്ത, വിലയൊന്നും അല്ല, ഒരു കൊച്ചു കാറാണ്, ഒരു സ്വോത്രം പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ ഇയാൾ ഇനി എന്തോ, അങ്ങനെയല്ല, ചെറിയൊരു കാർ AC ഇട്ടൊക്കെ വന്നേ, ഒരു സ്വോത്രം പറഞ്ഞ്. ഞാൻ ആദ്യം എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് എന്തെങ്കിലും വെളിപ്പാട് കിട്ടാൻ ഞാൻ എൻ്റെ സഭയോടും പറയും, ദൈവമക്കളോടും പറയും. കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ബൈബിളെ പഠിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും സുവിശേഷം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളും. എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ അമ്മ നേർന്നതാണ്, ഇതാണായാലും പെണ്ണാലും ദൈവത്തിന് കൊടുത്തേക്കാന്ന്. കാര്യം 50ാമത്തെ വയസ്സ് ജനിച്ച മോനാ. സ്വത്രം. ഡോക്ടർമാർ പറഞ്ഞു വല്ല മന്ദബുദ്ധിയും പൊട്ടനും ആയിരിക്കും എൻ്റെ പൊന്നു വല്യമ്മേ, നിങ്ങൾ ഇതിനെടുത്ത് കള. ഈ പ്രായമായ സമയത്ത് 51 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചി ജനിക്കുക, അത് ആരോഗ്യമുള്ള 7 എണ്ണം വേറെ ഉണ്ട്. സ്വത്രം. ആരോഗ്യമുള്ള 7 മക്കളുള്ളപ്പോൾ അമ്മയ്ക്ക് 12-14 വർഷം കഴിഞ്ഞ് ജനിക്കുന്നൊരു മോനാ ഞാൻ. 7 മക്കൾ കഴിഞ്ഞ് 12-14 വയസ്സ് കഴിഞ്ഞ് ജനിക്കുന്നൊരു മോനാ ഞാൻ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എൻ്റെ പൊന്ന് അമ്മച്ചി, ഇത് പ്രായമായില്ലോ, ഇത് അബദ്ധമാ, നീ ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കള. അമ്മ പറഞ്ഞു, തന്നത് ദൈവമാ, കളയാൻ പ്രമാണമില്ല. സ്വാതന്ത്ര്യം. ഭ്രൂണഹത്യ പാപമാ, ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ നശിപ്പിക്കുന്ന പാപമാണ്. നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ സൗകര്യത്തിന് വേണ്ടി, നിന്റെ സൗന്ദര്യം പോകാനിരിക്കാൻ ദൈവം തലമുറ നശിപ്പിക്കരുത്. ആരോഗ്യമുണ്ടോ ഇല്ല അത് വിഷയമല്ല, ദൈവത്തിന്റെ ദാനമാ, അത് സ്വീകരിക്കുന്നവരെ ഓർത്ത്. അമ്മ പറഞ്ഞത് പൊട്ടനായാലും ജഗടനായാലും എന്തുവായാലും തന്ന ദൈവത്തിനാ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ ആരോഗ്യമുള്ളത് അവസാനം മൂത്തവൻ അവനെ കഴിവുണ്ടവനെ എഞ്ചിനീയറായിട്ട് വിട്ടു, ഇളയവനോ അവൻ പഠിക്കാൻ ബുദ്ധി അവനെ ഡോക്ടറാക്കിയത്, മൂന്നാമത്തന് ഒരു പൊട്ട അവന് ഉച്ചവരേക്ക് വിട്ടെന്ന് പറയും. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ വിട്ടതിനെയും എടുത്തുപയോഗിക്കുന്ന, അങ്ങനെ എൻ്റെ അമ്മ വിട്ടെന്നല്ല, ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ മലയാളി കൾച്ചറിന്റെ ഭാഗമാണ് പറഞ്ഞത്. ഒരു സ്തോത്രം പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു, ഇത് ആണായാലും പെണ്ണായാലും ഇത് ദൈവത്തിന് കൊടുക്കുക, കാര്യം ദൈവം തന്ന ദാനമാണ്, അതുകൊണ്ട് ഇതിനെ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. കൃപയാൽ വളർന്നു വന്ന കാലഘട്ടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ട് ഞാനിത് എടുക്കാതെ എൻ്റെ വഴിക്ക് പോയി. സ്തോത്രം. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടു. അച്ഛൻ്റെ ലൈവ് ഒന്നും അല്ല നെല്ലിയോ. ഇന്ന് പല ബന്ധക്കോസും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടെ. എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? രക്ഷ എന്തുവാ ആർക്കറിയാം? ഒരു ഞായറാഴ്ച രാവിലെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും, നമ്മൾ നാളെ സ്നാനമാണ് പൊങ്ങി. അതല്ല, ഞാൻ ഒരിക്കലും പ്രസംഗം കേട്ടപ്പോൾ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല. അച്ഛാ സമയം കുഴപ്പമില്ലല്ലോ, എനിക്കറിയാം 1 മണിക്ക് നിർത്താം, ഞാനൊരു പാസ്റ്റർ അല്ലയോ അച്ഛാ. സോദരൻ, ഞാനൊരു പ്രസംഗം കേട്ടപ്പം ഈ പ്രസംഗിച്ച പുള്ളി പറഞ്ഞു സ്നാനപ്പെടാത്ത സ്വർഗരാജ്യത്തിൽ കേരളത്തിൽ. അപ്പൊ ഞാൻ അറിയിച്ചു, എൻ്റെ ദൈവമേ, ഇനി എങ്ങാനും കർത്താവ് വന്നാൽ പോണ്ടേന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടതാ. നമ്മുടെ സഭയിലൊക്കെ വർഷാവസാനം പാസ് പറയും, ഈ ഡിസംബർ ഇവിടെ ഉണ്ടോ അച്ഛാ, പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, അച്ഛൻ്റെ കാര്യമല്ല. വർഷാവസാനം പ്രിയരെ, ഈ ഒരു വർഷം ദൈവം നമ്മളെ കാത്തു, 21 സുവാസം തീരുവ, ആ ഞായറാഴ്ച സ്നാനമുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടും. ലീലാമ്മയുടെ മോനെ എത്ര വയസ്സായി? 16. എടാ സ്നാനപ്പെടും, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? പാസകൾ വേണ്ട, അടാ മര്യാദക്ക് സ്നാനപ്പെടും, സ്വർഗത്തിൽ പോകണ്ട. അപ്പൊ വീട്ടിൽ തന്തേ തളെ മര്യാദക്ക് സ്നാനപ്പെടണം, പാസ്വേഡ് പറയിപ്പിക്കാൻ നിൽക്കരുത്, അവനെ അങ്ങ് സ്നാനപ്പെടുത്തും. സ്തോത്രം. അവന് രക്ഷ എന്തുവാ, സ്നാനം എന്തുവാ, വീണ്ടും ജനനം എന്തുവാന്ന് അവനറിയത്തില്ല. ഞാൻ പറയാം, ഒരു പെന്തക്കോസ്തുകാരൻ എവരിഡേ രക്ഷിക്കപ്പെടണം, എല്ലാ ദിവസവും രക്ഷിക്കപ്പെടണം. എല്ലാ ദിവസവും ഞാൻ യേശുവിനെ എൻ്റെ രക്ഷ, കാരണം നമ്മുടെ കയ്യിരിപ്പനുസരിച്ച് യേശു കൂടെ ഉണ്ടാകുന്ന യാതൊരു ഗ്യാരണ്ടിയില്ല. സ്തോത്രം പറ. ഈ തങ്കപ്രാവേന്നൊക്കെ ആട്ടി പാടാന്നല്ലാതെ ഹൃദയത്തിൽ നിന്ന് നമുക്കറിയാലോ നമ്മൾ ആരാണ്. അതുകൊണ്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എവരിഡേ പറയണം, കർത്താവെ ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. കിടക്കാന്നവരോ പറയണം, കർത്താവ് ഞാൻ കാര്യം എപ്പോഴെങ്കിലും പോയെങ്കിൽ പിടിച്ചോണം. കാര്യം ദാവീദിന്റെ പ്രശ്നം രാജ്യം പോയ പുള്ളിക്ക് വിഷയമൊന്നുമല്ല. ബേർശേബമായി പാപം ചെയ്യുമ്പോൾ നാഥാം പ്രവാചകം എന്ന് പറയുക, ആ പാപി നീയാന്ന് പറയുമ്പോൾ വാളെടുക്കടാ വെട്ടടാ എന്നല്ല പറഞ്ഞു, നെടുമ്പാട് വീണ് കരഞ്ഞിട്ട് പറയുക, കർത്താവേ നിന്റെ ആത്മാവിന് എന്നിൽ എടുക്കരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രാജ്യം പോയാ പോട്ടച്ച, അധികാരം പോയാ പോട്ടെ, പ്രാണൻ പോയാ പോട്ടെ, നിന്റെ സാന്നിധ്യം എന്നിലെടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന 16-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പറയുക, ഞാൻ യഹോവയായ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചേക്ക. ദൈവം മുമ്പിൽ നിൽക്കുക, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ല.
ഒരു യുദ്ധം നേരിടാൻ നിർഭയമ വസിക്കും. ഒരു സൈന്യം എന്നെ ചുറ്റും പാളയമറിയാൻ എനിക്ക് പ്രശ്നമില്ല. കാരണം എന്റെ മുമ്പിൽ ആരുണ്ട്? ദൈവം. ഇതേ ദാവീദ് 51 സങ്കീർത്തനം എഴുതുമ്പോ എന്തോ പറയുന്നേ? പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുക. ഒരു സ്വോത്രം പറയാൻ പറ്റുമോ? എന്റെ പൊന്നു പ്രിയരെ, പാപം എപ്പോഴും മുമ്പിൽ ഇരിക്കുമ്പോ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹനനയാഗം ഇച്ഛിക്കത്തില്ല. എപ്പോഴാ? ഹോമയാഗം ഹനനയാഗം ഉള്ള കാലത്താ. ഹനനയാഗം ഇച്ഛിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കാം. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. അടുത്ത വാക്ക് കയറി പിടിച്ചോണം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തകർന്ന മനസ്സിന്, നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്തൊരു നല്ല കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന നല്ല കർത്താവ്, നിന്നെ കരുതുന്ന നല്ല കർത്താവ്, നിന്നെ മറക്കാത്ത നല്ല കർത്താവ്. സ്തോത്രം. അബ്രഹാം കൂടാരത്തിൽ പാർക്കുക. കൂടാരത്തിൽ അസാധാരണമായ സമൃദ്ധി. എൻ്റെ മലയാള വാക്ക് ഒരു അംബാനിയേക്കാൾ VIP ആയിട്ട് ആര് നടന്നേ? സ്തോത്രം പറ. ഈ സഹോദരപുത്രനെ പിടിച്ചോണ്ട് വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെപ്പെട്ട് അവനെ കയറി അടിച്ച് പറിച്ചവരെ പിടിച്ചോണ്ട് വന്നു. കാര്യം ഒരു രാജ്യത്തപ്പൻ റൂൾ ചെയ്യാൻ അധികാരമാണ് അബ്രഹാമിന് കയ്യിരുന്നത്. സ്തോത്രം പറ. ഈ ചില പാസ്റ്റർമാരൊക്കെ വരും ബോഡി ഗാർഡായിട്ട് ആൾ പോവാ. നമ്മുടെ അതിന് 3 വിശ്വാസന്മാർ പറയും പിന്നെ അവരെ ഇടിക്കാനില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പോകണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ CM പോകുന്നതിനേക്കാൾ പവറോട് അഭിഷക്തമാർ യാത്ര ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം മരിച്ച ഒരു ദൈവദാസൻ പാസ്റ്റർ TB ജോഷോ, നിങ്ങൾക്കറിയാമോ? ആരാ? യൂട്യൂബിൽ നോക്കിയാൽ മതി. സ്വത്രം. TB ജോഷിയെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, പുള്ളി പോകുമ്പം സിഗ്നലുകൾ ഓഫാക്കി കൊടുക്കും. രാജ്യത്തെ സിഗ്നലുകൾ ഓഫാക്കി കൊടുക്കും. പുള്ളി യാത്ര ചെയ്യുമ്പോൾ സിഗ്നലുകൾ തടസ്സമായി നിൽക്കത്തില്ല. രാജ്യം തനിക്ക് മുമ്പിൽ ഓപ്പൺ ആക്കി കൊടുക്കും. ആ രാജ്യത്തെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് TB ജോഷുവ. ഇന്ന് പക ഞാൻ പറയാം, ഈ രാജ്യം റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടത് ഈ ലോകത്തിലെ ചില ദൈവങ്ങളല്ല. അച്ഛാ, ഇവിടുത്തെ കുട്ടി ദൈവങ്ങൾക്ക് VIP നമുക്ക് വിഷമമില്ല. ഞാൻ ആരുടെ പേര് പറയത്തില്ല, റെക്കോർഡിംഗ് ഉണ്ടാകണ്ട പറയാത്ത ചില കുട്ടി ദൈവങ്ങളുണ്ടല്ലോ, കൊല്ലത്തും കോഴിക്കോട്ടും ഇരിക്കുന്നത്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നമുക്കൊരു പ്രശ്നം. നീ രാജ്യത്തെ അംബാസിഡറാ, നീ ദൈവത്തിന്റെ പ്രതിനിധിയാ. അവൻ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന വാക്ക്, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന് പകരക്കാരുമായി നിൽക്കുന്ന ഇന്ന് പകരം ഈ ഭൂമിയിൽ ഏറ്റവും വലിയ VIP ഈ പുസ്തകം എടുത്ത് ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു രാജ്യത്തെ പിടിക്കുന്ന അധികാരത്തിൽ അബ്രഹാം യാത്ര ചെയ്ത് അത്രയും പേര് അബ്രഹാമിന്റെ കൂടെ പറഞ്ഞേ ഉണ്ടായിരുന്നു. ഒരു സ്വത്രം പറ. രാജ്യം കീഴടക്കി അബ്രഹാം വരുന്ന സമയത്ത് മൽക്കീസദക്കിനെ കണ്ടു. മൽക്കീസദക്കിന് കിട്ടുന്നതിലൊക്കെ പറഞ്ഞേ ദശാംശം കൊടുത്തു. ഈ ദശാംശം കൊടുത്തു എന്ന് പറയുമ്പം ഇസ്രായേൽ ജനത്തിന് ദശാംശത്തിന് വെളിപ്പാട് ദൈവം പറയുന്നത് 400 വർഷം കഴിഞ്ഞ അബ്രഹാം മരിച്ചു, ഇസഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, യോസഫിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ദശാംശത്തിന് വെളിപ്പാട് ദൈവം പറഞ്ഞേ പറയുന്നത്. ഈ പാഷ ആകെ എന്നെ വിളിച്ചത് രാവിലെ എൻ്റെ വെച്ചാൽ മെനഞ്ഞാന്ന് വിളിച്ച് ലൊക്കേഷൻ ഇട്ട് രാവിലെ വിളിച്ച് മറന്നുപോയോ എന്ന് ചോദിച്ചു. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ വല്ലതും പറഞ്ഞിട്ടാണോ എന്ന്. അങ്ങനല്ല. സ്വത്രം. നിങ്ങൾ പെന്തക്കോസ്തരായതുകൊണ്ട് ഞാനങ്ങ് പ്രസംഗിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ദശാംശം കൊടുക്കുന്നവരോ? രാമയും പറഞ്ഞു സന്തോഷം. ഹല്ലേലൂയ. അബ്രഹാം മൽക്കീസദേക്കിന് സകലത്തിലും പറഞ്ഞേ ശകലത്തിലല്ല, കറക്റ്റ് മലയാള വാക്ക് വായിക്കണം, സകലത്തിലും. അങ്ങനെ തന്നെ വായിക്കണം. നമ്മൾ വെപ്രാളം പിടിച്ച് ഞാൻ ഷാന്ന് നിങ്ങൾ സോന്നും അല്ല, സകലത്തിലും. സ്തോത്രം. സകലത്തിലും പറഞ്ഞേ ദശാംശ പഴയ നിയമത്തിൽ ദശാംശം പഴയ നിയമം 10 1 10 1. സ്തോത്രം. പുതിയ നിയമത്തിൽ ഓഹരി. അതിന്റെ അർത്ഥം പപ്പാതി. 5000 കിട്ടിയ 2500 ദൈവത്തിന്. അപ്പൊ നമ്മൾ ഒരു ഭാഷ പഴയ നിയമം നല്ലേ എന്ന് പറയും. മതി, അതെങ്കിലും നിങ്ങളെ കേട്ടാൽ മതി. ഇല്ല ചാ? അങ്ങനെങ്കിലും ഞാനൊരു കാര്യം പറയാം. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചത് നിങ്ങളുടെ അപ്പച്ചന്മാർ ദൈവത്തിനോട് കൊടുത്തത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ഇപ്പം കിട്ടിയ വെളിപ്പാടൊന്നും അല്ല, ഇത് ഒന്നിനടുത്ത് പ്രസംഗിച്ചൊരു സബ്ജക്റ്റാണ്. ഒരു സ്വത്രം പറഞ്ഞ് അല്ല, ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ കിട്ടിയതല്ല. ഞാൻ എൻ്റെ മെസ്സേജിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് വായിച്ച് പഠിച്ച് തയ്യാറാക്കുന്ന മെസ്സേജാണ്. പിന്നെ ചിലയിടത്ത് കയറുമ്പോൾ മെസ്സേജ് ഒന്നും ആയിരിക്കത്തില്ല, പറയുന്നതേ ഉള്ളൂ. കർത്താവ് കൊണ്ടുപോകും. ഒരു സ്വത്രം പറ. പ്രസംഗിക്കാനും പറ്റും, ശുശ്രൂഷിക്കാനും പറ്റും.
ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, സ്തോത്രകാഴ്ച പാത്രത്തിൽ സ്തോത്രകാഴ്ച ഇടാൻ അത് കോഴിമുട്ട പൊതിഞ്ഞ് സ്തോത്രകാഴ്ച പാത്രത്തിൽ കൊണ്ടുവച്ച അമ്മയുടെ മോനാ ഞാൻ. ഒരു സ്തോത്രം പറ. ദേവദാസന്മാരെ വീട്ടിൽ വന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, താഴത്തെ വീട്ടിൽ പോയി കടം മേടിച്ച് വീട്ടിൽ വന്ന പാസ്റ്റർമാർക്ക് യാത്രാപ്പടി കൊടുത്തൊരു അമ്മയുടെ മോനാ ഞാൻ. ഒരു സ്തോത്രം പറ. നിങ്ങളുടെ വീട്ടിൽ വന്ന അഭിഷക്തന് നിങ്ങളുടെ ലോക്കൽ പാസ്റ്റർക്ക് കൃത്യമായ നന്മ നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ അനുഗ്രഹമാ. സ്തോത്രം പറ. കഴിഞ്ഞ ദിവസം എന്നെ ഞാനിരുന്ന ചർച്ചിൽ അവനിപ്പോൾ എന്നെ വിളിച്ചാൽ കട്ട് ചെയ്ത് വിട്ടത്, എന്തോ കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ഞാൻ ആ സഭയെ പാസ്സായിട്ടിരുന്ന ഇന്നും ആ സ്നേഹബന്ധമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞ് ഈ എല്ലാം തല്ലിപ്പൊളി പിള്ളേരായിരുന്നു. ഇമാരെ മൊത്തം ഞാനങ്ങ് പോക്കി, എൻ്റെ കൂടെ കൂട്ടി. സ്വത്രം കൂട്ടിയിട്ട് ഞാൻ മീറ്റിംഗ് ഇമാരെ കൊണ്ടുപോച്ചാ. സ്വത്രം ഇമാര് മീറ്റിങ്ങിന് അന്ന് കിട്ടുന്ന പകുതി പൈസ പെട്രോൾ അടിക്കുന്ന ഇമാർക്ക് തീറ്റിക്കാരേ ഉള്ളൂ. സ്വത്രം പറഞ്ഞില്ല. ഒരുത്തിന് ബിരിയാണി, ഒരുത്തിന് ബീഫ്, ഒരുത്തിന് ചിക്കൻ പ്രാപിക്കൊണ്ടാലും ഞാൻ പറയാം, കർത്താവെ പോട്ടെ, ഇവനൊക്കെ നന്നായാ മതി. പ്രാപത്തൊന്നുമില്ല, തമാശ പറഞ്ഞു കേട്ടോ. അവസാനം അവന്മാരെല്ലാം പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അവസാനം പ്രാർത്ഥന ഇമാരാദ്യം വന്ന സ്ഥലങ്ങൾ കാണാൻ, പ്രത്യേകിച്ച് എറണാകുളവും ഇടുക്കി എന്നൊക്കെ പറഞ്ഞ എല്ലാ എണ്ണോ ചാടിയെന്ന് വരും. ഇടുക്കി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, രാജാക്കളുടെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ പാസ്റ്റേ ഫ്രണ്ടിൽ തടിയുള്ള ഒരു അച്ഛനുണ്ട്. കാർ എടുത്ത സമയത്താണ്, പുതിയ കാറാണ്. ഞാനാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു സമയം ഉണ്ടല്ലോ, എടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പൂനാച്ചുണ്ടല്ലോ, ഡെയിലി ഇങ്ങനെ തുടച്ചൊരു കാലഘട്ടമാണ്. സ്വത്രം. അപ്പം ഈ നെക്സയുടെ വണ്ടി ആവേണ്ട സസ്പെൻഷനൊക്കെ ശ്രദ്ധിക്കേണ്ടോട്ട് ബാക്കി 3 പേര്, ഫ്രണ്ടിൽ 2 പേര്, ഇടുക്കി പാന്നേരം ബാക്കി 5 കയറി. ഫ്രണ്ടിൽ 1, ഞാൻ 1, എത്രയായി? 6ആയി. 6ആയപ്പം കറങ്ങി വന്ന് പോവാടാന്ന് ഒരുത്തരെ കൈ അവരും വരുന്നെന്ന് പറഞ്ഞു. സ്വത്രം പറ. അവൻ എനിക്ക് ഇന്ന് ഓർമ്മ, ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ നോക്കി, എൻ്റെ ഈ ഗാലറിയിൽ പഴയ ഫോട്ടോ തപ്പിയപ്പം അവനൊരു ചുമന്ന ടീഷർട്ട് ബനിയനും ഒരു നീല കളങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് മിറ്റത്തേക്കുക. അടുത്തവരെ വിളിക്കട്ടെ, പോവാടാ, അന്ന് വരാൻ വരുന്നില്ലെന്ന് പറഞ്ഞവന്. പോവാണ്, പക്ഷെ ഞാനും വരുന്നു. ഇവനെ എവിടെ കേട്ടാണ്? ഇവനെ ഞാൻ കിടത്തി. ഇവനെ വണ്ടി പറഞ്ഞേ അച്ഛാ, ഇവനെ പുറകെ കിടത്തി വെച്ചാ. ഇവനെ ഇടുക്കി കൊണ്ടുപോയി, മീറ്റിങ്ങിന് പോയി. കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ചേട്ടോ. ഞാൻ ഇരിക്കുന്ന സമയത്ത് എല്ലാം എണ്ണോ, മസ്കറ്റ്, സൗദിയ, കാനഡ, ദുബായ്, എല്ലാ സ്ഥലത്തും ഒറ്റ ഒരെണ്ണമില്ല. അവസാനം സഭയിൽ പിള്ളേരില്ലാന്ന് ഇറങ്ങി വരുമ്പം പാസ്പോർട്ട് എടുക്കാൻ വൃത്തി. ഈ വിളിച്ചവന് പാസ്പോർട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി കൊടുത്ത് കൊല്ലത്ത് കൊണ്ടുപോയി ഞാൻ കൈ കൊണ്ട് അവന് പാസ്പോർട്ട് എടുത്ത് ഞാൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകാൻ തന്നെ പുതിയ ഉടുപ്പ് മേടിച്ചെടുത്ത് അവനെ പറഞ്ഞു വിട്ടതാ. സ്വത്രം പറ. അത്രയ്ക്ക് ബന്ധമാണ്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ കല്യാണമോ വരണം? ഞാൻ വരാം, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വത്രം പറ. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ ചേട്ടാ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എനിക്ക് ചോദിക്കാൻ, കാര്യം എൻ്റെ കുഞ്ഞാണല്ലോ, എൻ്റെ ക്രിസ്തുവല്ല നിജപുത്രനാണ്, എനിക്ക് എന്നോട് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചേട്ടാ എങ്ങനെ കാര്യങ്ങൾ? അച്ഛാ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ. ഞാൻ നോക്കടാ മറ്റു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഞാൻ ചോദിച്ചേടാ ഒരച്ഛാ കല്യാണം നടത്തുന്നവർക്ക് എത്ര കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയടാ ഈ വന്ന കാലത്ത് ഇത്ര മാന്യമാർ തുക ഇത്ര കൊടുക്കണം, അത് കുറഞ്ഞെങ്ങനെ കൊടുക്കുന്നത്, മോശമാണ് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറയടാ നിങ്ങളുടെ പാസ്റ്റർക്ക് എത്ര, ലോക്കൽ പാസ്റ്റർക്ക്? പുള്ളിക്ക് 2000 രൂപ. ഞാൻ പറഞ്ഞാ ഓക്കെ. വരുന്നവർക്ക് 500 ഗൾഫിലാ. ഞാൻ പറഞ്ഞടാ ഈ വെരുത്തുപോക്കിന് കൊടുക്കുന്നതിനേക്കാൾ 1 രൂപ കൂടുതൽ നിന്റെ ഭാഷ കൊടുക്കും. സ്വാതന്ത്ര്യം പറ. ഈ പാവപ്പെട്ട ചെന്ന നാൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ കുണംപെടാത്തതെന്ന് കെട്ടണേ. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ മക്കളുടെ കാര്യമല്ലേ. പ്രാർത്ഥിക്കുക, കർത്താവേ കെട്ടണേ കെട്ടണേ കെട്ടണേ. അപ്പോൾ ഈ വിളിക്കുന്ന മൊത്തം പാസ്റ്റർ എങ്ങനെയുണ്ട് പറയാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്കകത്തെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കത്തെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉള്ളവനാണെങ്കിലും പറ. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ തലമുറയുടെ കാര്യമല്ല. പറയും ഇല്ലയോ? നല്ലൊരു കുഞ്ഞ്, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ് വരുന്ന വന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ കൊടുത്തിട്ട് അവനങ്ങ് പോകും. 25,000 അയാൾക്ക് കൊടുക്കും. പാവപ്പെട്ട ഉദ്ദേശി പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ ഇരിക്കണം. ഭാഷ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ. പാവപ്പെട്ട ഇങ്ങനെ ഇരിക്കും, നടിയില്ലാമ ഇരിക്കും, പിന്നെ 2 കൂടെ അവിടെ ഇരിക്കും. ഇത് നിങ്ങൾ നടു കഴിച്ച് കുറയാൻ പോരെ. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അയ്യോ പാഷ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞില്ല, കൂടില്ല. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞില്ല. ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം ചെറുക്കൻ്റെ വീട്ടിലോട്ടല്ലേ വരുന്നത്, വന്നിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. 5 മണി വരെ പാപ്പ ഇങ്ങനെ ഇരിക്കും. സ്വത്രം ഇങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് വഴങ്ങി ഒരു പരുവ അങ്ങനെ. നിങ്ങൾ 5 മണിക്ക് വീട്ടിൽ പറഞ്ഞേ വരും. 5 മണിക്ക് വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് റെഡിയായി വരുന്ന കല്യാണം നടത്തിയാക്കി 25,000 രൂപ കൊടുക്കും. പാവപ്പെട്ട ഉദ്ദേശിക്ക് 2,000 രൂപ. സ്വത്രം പറ. ഞാൻ പറഞ്ഞു മോനെ, നീ വരുന്ന പാർഷക്ക് മാന്യമായ നന്മ കൊടുക്കണം.
അതിൽ 1 രൂപ കൂടുതലെങ്കിലും, അല്ലെങ്കിൽ അതേ തുക നിന്റെ ലോക്കൽ പാസ്റ്റർക്ക് കൊടുക്കണം. അദ്ദേഹമാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുമ്പോൾ പോകുവന്നേ, പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ചുമ്മാതെ എവിടെ പ്രാർത്ഥിക്കാനാ? എന്റെ വിശ്വാസത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമില്ല. എത്ര തിരക്ക് രാവിലെ 2 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ആദ്യം 3 മണിയായിരുന്നു, ഇപ്പൊ 2 മണിയാക്കി. എത്ര 12 മണിക്ക് പോയി കിടന്നാലും 2 മണിയാകുമ്പോൾ എഴുന്നേക്കും. എല്ലാവരും പേര് പറയും. സ്വത്രം പറ. ഞങ്ങളുടെ വിശ്വാസികൾ പറഞ്ഞു, ഇപ്പോഴേ വിശ്വാസികളുടെ പേര് അങ്ങോട്ട് ചുറ്റും അറിഞ്ഞാൽ അതുങ്ങളൊക്കെ. സ്വത്രം പറ. എല്ലാവരുടെ പേര് പറയും. കുഞ്ഞുകുട്ടി ആപാലവൃത്തം പേര് പറയും. ഞാൻ പറഞ്ഞ എല്ലാ അഭിഷേകവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്, നിങ്ങൾക്ക് ഉപവസിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങൾ രാവിലെ 12 മണി വരെ മൊബൈലിൽ നോക്കി, വാട്സപ്പിൽ നോക്കി, സ്റ്റാറ്റസ് നോക്കി മയങ്ങി താഴെ രാവിലെ മൊബൈലോട് എടുക്കുമ്പോൾ ഇല്ല, അന്നേരം നിങ്ങൾ അറിയുന്ന മൊബൈൽ താഴെ പോയെന്ന് പറയും. ആ സമയത്ത് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് മുട്ടുമേൽ കരയുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നന്മ, നിങ്ങളുടെ വളർച്ച, അതിനുവേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാം, ഒരു പാസ്റ്റർ ആഗ്രഹിക്കത്തില്ല അവരിക്കും ഒരു മരണം നടക്കണമെന്ന്, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അവരിക്കും ജോലി നഷ്ടപ്പെടണമെന്ന്, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അവരിക്കും അപകടം ഉണ്ടാകണമെന്ന്. ചെറിയ പനി വരുമ്പോഴും പ്രാർത്ഥന മുറിക്കകത്ത് കയറും, ചെറിയ രോഗം വരുമ്പോൾ പ്രാർത്ഥന മുറിക്കകത്ത് കയറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹപ്രായമാകുമ്പോൾ നിങ്ങൾ അറിയാതെ കരയും, നിങ്ങൾ അറിയാതെ പ്രാർത്ഥിക്കും, നിങ്ങൾ അറിയാതെ നിലവിളിക്കും. നിങ്ങളെ ഏൽപ്പിച്ച, അദ്ദേഹത്തെ ഏൽപ്പിച്ച ആട്ടം കൂട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാസ്റ്റർമാർ കരയും, അവർ ഉപസിക്കും, അവർ നിലവിളിക്കും. ചിലപ്പോൾ കോപമുള്ളവരായിരിക്കും, ചിലപ്പോൾ വലിയ എന്താ പറയുക, നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ ആയി എന്ന് വരത്തില്ല. ചില ആൾക്കാർ കീഴ്പ്പെടുന്ന ആളായിരിക്കത്തില്ല, എല്ലാവരും ഒരേ നേച്ചർ ആകത്തില്ല. നിങ്ങളുടെ താളത്തിന് തുള്ളിയില്ലെന്ന് വെച്ചാൽ അഭിഷക്തന്മാരാകത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചലിച്ചില്ലെന്ന് വെച്ചാൽ അഭിഷക്തന്മാരാകത്തില്ല. അവർക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു സ്ഥലം ഉയരത്തിലുണ്ട്. സ്വത്ര ആരെങ്കിലും ഞോണ്ടാൻ, പട്ടാളക്കാരനെ ഞോണ്ടാൻ പറ്റത്തില്ല. കാരണം അവന്റെ കോട്ട തീരുമാനം, അവന്റെ കൂട്ടില തീരുമാനം. നിങ്ങളുടെ പാസ്റ്റർമാരുടെ കണക്ക് അവർ പ്രാർത്ഥിച്ചു കാണും, പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. അവർ കൈയടിക്കത്തില്ലായിരിക്കും. വേണ്ടെങ്കിൽ 3 കൊല്ലമാകുമ്പോൾ 2 കൊല്ലമാകുമ്പോഴേ പ്രാർത്ഥിക്കുക, കർത്താവേ ഇദ്ദേഹത്തെ മാറ്റി ഓരോളെ തരണേ എന്ന് പറ. പക്ഷെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, കണക്ക് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. കുറ്റം പറയാൻ നിൽക്കരുത്, കണക്ക് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. യുദ്ധത്തിന് ഇറങ്ങരുത്, കണക്ക് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ഇന്നലെ എന്റെ ചർച്ചയിൽ ഞാൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ ചലിക്കുമ്പോൾ വീട്ടിനകത്ത് സൂചന കൊടുത്തു, അവൻ യഹൂദ വംശജനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. കൃപയില്ലാത്ത സേരസ് പറഞ്ഞു യുദ്ധത്തിന് ഇറങ്ങരുത്. വെളിപ്പാട് നഷ്ടപ്പെട്ട സ്ത്രീ പറഞ്ഞു യുദ്ധത്തിന് ഇറങ്ങല്ലേ, എന്നിട്ട് ഇറങ്ങി. പരിണിത ഫലം എന്നറിയാമോ? തൂങ്ങിക്കിടന്നാടി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പണ്ട് ഈ ജയലളിത കിരീടമില്ലാത്ത രാജാവായി തമിഴ്നാട് വാണപ്പോ ക്രിസ്ത്യൻ ആൾക്കാരെ ദ്രോഹിക്കാൻ ഇറങ്ങി മതനിരോധന ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് മനുഷ്യൻ, കണ്ണുനീരോടെ മനുഷ്യന്റെ ഒരു പാട്ടുണ്ട്, ക്രിസ്തവരെ ഡിസ്റ്റർബ് പണ്ണാതെ, അവരെ അസാട്ടാക്കി എണ്ണി വിടരുത്. കാരണം ഒരു നിസ്സാര പുള്ളികളല്ല, അവർക്ക് കണക്ക് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, അവരുടെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്, അവരെ തകർത്തു കളയാത്തൊരു അപ്പയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പം മൽക്കീസദേക്കിന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. മൽക്കീസദേക്കിന് സകലത്തിലും ദശാംശം കൊടുക്കുമ്പോൾ അബ്രഹാമും മൽക്കീസദേക്കും തമ്മിൽ കാണുമ്പം മൽക്കീസദേക്ക് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പം എന്തുവാ? പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ അപ്പം എന്തുവാ? യേശുവിന്റെ ശരീരം. കൂടെ ഉണ്ടോ നിങ്ങൾ? യേശുവിന്റെ ശരീരം. വീഞ്ഞ് എന്തുവാ? യേശുവിന്റെ രക്തം. അപ്പൊ എന്റെ ചോദ്യം, ദശാംശം ആർക്കാ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് അപ്പവും വീഞ്ഞും തരുന്ന നിങ്ങളുടെ ഇടയന് നിങ്ങൾ ദശാംശം കൊടുക്കണം. ഒരു സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം പറ. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന നിങ്ങളുടെ അഭിഷക്തന്മാർക്ക് നിങ്ങൾ ദശാംശം കൊടുക്കണം. അത് നഷ്ടമല്ല. എബ്രായ ലേഖനത്തിൽ പറയുക, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ട്. കൂടില്ല നിങ്ങൾ? അല്ല, വെളിപ്പാട് മനസ്സിലായോ? അബ്രഹാം മൽക്കീസദേക്കിന് കൊടുക്കുമ്പോൾ 4ാം തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് മകൻ നീ നടന്നു വന്നത്, നീ പ്രാർത്ഥനയ്ക്ക് വന്നത്, നീ ആരാധിച്ചത്, നീ കൈയടിച്ചത്, നീ സ്തോത്രം പറഞ്ഞത്, നീ ഉപവസിച്ചത്, നീ പട്ടിണി കിടന്നത്, നിനക്കും നിന്റെ തലമുറയ്ക്കും നഷ്ടമല്ല, അത് ലാഭമാണ്. അത് നഷ്ടമല്ല, അത് ലാഭമാണ്.
സ്വോത്രം പറഞ്ഞേ. കണ്ടോ പ്രിയരെ, ദൈവത്തെ ആരാധിച്ചാൽ ഈ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ പ്രത്യേകത, അബ്രഹാം കൂടാരം അടിക്കുന്നിടത്തൊക്കെയും ഒരു യാഗപീഠം പണിതു. സ്വോത്രം. സന്ധ്യാപ്രാർത്ഥനയുള്ള, പ്രഭാത പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിലും ഒരു പിശാചും കാരണം ദൈവം അനുവദിക്കത്തില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയാം, സന്ധ്യാപ്രാർത്ഥനയുള്ള, പ്രഭാത പ്രാർത്ഥനയുള്ള, അറ്റ്ലീസ്റ്റ് 4-ാം യാമത്തിലെങ്കിലും ഒന്ന് ഉണരാൻ പറ്റണം. 4-ാം യാമം എത്ര മണി 8 മണിയാണെന്നറിയാമോ? അല്ല, 3 മുതൽ 6 മണി വരെ. യഹൂദന്റെ സമയത്തിൽ 4 യാമങ്ങളാണുള്ളത്. യഹൂദന്റെ സമയത്തിൽ ആദ്യത്തെ യാമം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. ഈ സന്ധ്യായാമത്തിന്റെ പ്രത്യേകത പൈശാചികമായ തന്ത്രങ്ങൾ മുഴുവൻ ഇറങ്ങി നിരങ്ങുന്ന സമയമാണ് ആദ്യത്തെ യാമം. കൂടുണ്ടോ നിങ്ങൾ? സന്ധ്യാസമയത്ത് മടങ്ങി വരുന്ന നായപ്പോലെ കുരിശും കൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. ഹലോ, ഈ സന്ധ്യാസമയത്തിന്റെ പ്രത്യേകത പാപത്തിന്റെ ആസക്തികൾ സ്വാധീനം ചെലുത്താൻ തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഒരു 6 മണി തൊട്ട് 9 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാമ്പിനെ കാണാം, പാപത്തിന്റെ വഴികൾ കാണാം, മ്ലേച്ഛതകൾ കാണാം, അസാൻമാർഗ ജീവിത ശൈലികൾ കാണാം, വീടുകൾ ചീത്തവിളികൾ കേൾക്കാം. കൂടില്ല നിങ്ങൾ. ബഹളങ്ങൾ കേൾക്കാം. പെന്തക്കോസ്തുകാരുടെ വീടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടാത്തവന്റെ വീടിന്റെ കാര്യമാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട വീട്ടിൽ ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം, മഹത്വരാജന സേനയിൻ വീരന അഭയം താനാവർക്കെന്നുവേ. അപ്പം ഭക്തന്റെ വീട്ടിൽ എന്തുവാ സന്ധ്യക്ക് പറഞ്ഞേ? ഞാൻ ഈ ജയത്തിന്റെ ഘോഷം പറഞ്ഞപ്പോ പണ്ട് പറഞ്ഞ ഭക്തന്റെ വീട്ടിൽ, ഞാൻ ഇവിടെ അല്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ പറഞ്ഞ് സന്ധ്യാസമയത്ത് സീരിയല്ല എന്ന് പറഞ്ഞു. കറുത്ത മുത്തും ഈ ചെമ്പകവും എന്ന് പറഞ്ഞു. ഒരു അമ്മ 6 സീരിയലിന്റെ പേരങ്ങ് പറഞ്ഞാ 6 സീരിയലിന്റെ പേരങ്ങ് ചിലര് മനസ്സിലാക്കി പുറത്ത്. നിങ്ങളൊക്കെ സ്വത്രം പറഞ്ഞിരിക്കുന്നില്ല, അവര് സ്വത്രം പറഞ്ഞില്ല, അവരങ്ങ് പറഞ്ഞു സ്വത്രം. പണ്ട് ഞങ്ങളുടെ ചർച്ച് ഈ മരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളുടെ സമയത്തിന് നല്ലതാന്ന് തോന്നില്ല, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അവിടെ അടിപൊളിയാ. ആമേൻ, സ്വത്രം, ഗ്ലോറി. ഞങ്ങളുടെ അവിടെ ആൾക്കാർ മരിക്കാൻ തന്നെ കാട്, സെമിത്തേരി കാടെല്ലാം വെട്ടി വൃത്തിയാക്കി തീയിട്ട്, ഞങ്ങൾ ടൗൺ ഏരിയ അതുകൊണ്ട് അങ്ങനെയൊക്കെയാ. സ്വത്രം പറ. ഈ ആൾക്കാർ മരിക്കുമ്പോൾ, ആരെങ്കിലും മരിക്കുമ്പോൾ ഞങ്ങൾ സഭയിൽ ചെറുപ്പക്കാരെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വട്ടം കൂടി ചെന്ന് കാടെല്ലാം വെട്ടി റെഡിയാക്കി, ഹലോ, എല്ലാം ഒന്ന് വൃത്തിയാക്കും. സ്വത്രം. അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആള് പറഞ്ഞ്, ഒരു തീപ്പെട്ടി ഉണ്ടെ കത്തിച്ചിട്ടങ്ങ് വാരുന്നല്ലെന്ന് പറഞ്ഞു. ഒരച്ചായം പെട്ടെന്ന് ഇന്നാന്ന് പറഞ്ഞ എടുത്തും കിട്ടും. ഇട്ടപ്പോഴാ പുള്ളിക്ക് അബദ്ധം മനസ്സിലായേ. സ്വത്രം. പുള്ളി പറയുക, എനിക്കറിയതിന്റെ ആവശ്യം വരുമെന്ന്. സ്വത്രം പറ. സ്വത്രം. എല്ലാത്തിനും സഹിക്കണം പാസ്റ്റർമാര്. ഞാൻ പണ്ടിരുന്ന ചർച്ച അച്ഛാ നല്ല വീഡിയോ വലിക്കും, പക്ഷെ എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല കേട്ടോ. കാര്യം ഒരു ദോഷവും ഇല്ല. ഞാൻ പറഞ്ഞ രഹസ്യഭാവം ചെയ്തിട്ട് പരസ്യവിശുദ്ധി പറയാതിരുന്നാലെങ്കിലും മതി. എടാ കൊണപ്പെട്ടില്ല, നീ വേണ്ട, നീ സ്വർഗത്തിൽ പോകത്തില്ല, പോണ്ട, നീ ഇവിടെ കയറി ഭരിക്കാതെ കൂടെ വരാതിരുന്നാ മതി. മനസ്സിലായേ? ജീവിതത്തിലോ ഇല്ല, നിങ്ങളുടെ കാര്യമല്ല. സ്വത്രം പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. സ്വത്രം. എത്ര ദിവസം വെച്ചാ? 4 നാറ്റം. ഈ സത്യം പറഞ്ഞ 4 ദിവസം കത്തിക്കേണ്ട മെസ്സേജാ. ലാസർ മരിച്ചവന് ആരും നാറ്റം വെച്ച് മാറ്റം വരുന്നൊക്കെ പറയേണ്ട ദിവസം. പക്ഷെ എന്തോ ചെയ്യാനാ? എന്നെ വിളിച്ച സ്വത്രം പറഞ്ഞു. അച്ഛൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വീഡിയോ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛാ, അമ്മാമ്മ ഒരു സാധു സ്ത്രീയാ, അമ്മാമ്മ ഒരു സാധു. പക്ഷെ ഒരു കാര്യം, യാതൊരു ദോഷവും ഇല്ല, യാതൊരു അനങ്ങാതെ വന്ന് അവിടെ നിൽക്കും, സ്വത്രാഴ്ച ഇടും, വീട്ടിൽ പോവും, ആർക്കും ഒരു ദോഷം ഇല്ല. ഞാൻ എപ്പോഴും പറയാം, എന്തെങ്കിലും ഒരു പരിഗണന ദൈവം കൊടുത്ത് ഈ ഇരിക്കുന്നവനേക്കാൾ മുമ്പ് പുള്ളി ഞാൻ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വത്രം പറഞ്ഞില്ല. ഈ രഹസ്യ പാപം ചെയ്ത പരസ്യ വിശുദ്ധന്മാരെക്കാൾ പരസ്യ പാപം ചെയ്യുന്ന രഹസ്യ വിശുദ്ധന്മാർ സ്വർഗത്തിൽ പോകും. സ്വത്രം പറഞ്ഞേ. ഈ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ആദ്യമൊക്കെ എന്നെ കിടന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തറയിടും.
റോഡിൽ കൂടെ ഇറങ്ങി പോകും. ഈ വൈഫിനൊരു പ്രതി ഇവളിങ്ങനെ നോക്കും. ഞാൻ റെഡി തട്ടിട്ടോ നോക്കല്. കാര്യം പുള്ളിയുടെ ബീഡിക്ക് 2 രൂപ പോക്കാന്ന്. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ഒരു വിശ്വാസം പറയുന്നത് അച്ഛാ ഇപ്പം 10 രൂപയാണ്. ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ആരോടെ പറയാൻ എനിക്കറിയത്തില്ല സഹോദരൻ. ഞാൻ പറഞ്ഞ് അപ്പം ഞാനിത് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കേഷൻ ഇതുപോലെ ഫലിതം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പുള്ളി 2 രൂപ കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അച്ഛൻ പറയും പാഷ ഇപ്പം 10 രൂപയാന്ന് പറഞ്ഞു. അപ്പൊ സന്ധ്യാസമയത്താണ് പാപത്തിന് ശക്തികൾ പ്രബലപ്പെടുന്നത്. കൂടുണ്ടോ നിങ്ങൾ? ഇനി 9 മണി മുതൽ 12 വരെയുള്ള സമയങ്ങളാണ് വ്യഭിചാരത്തിന്റെയും മ്ലേച്ഛതയുടെയും ആത്മാവ് പ്രബലപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? വ്യഭിചാരത്തിന്റെ, മ്ലേച്ഛതയുടെ, അസാൻമാർഗികതയുടെ മനസ്സിലാകുന്നോ? ഈ 9 to 12 ഈ 2-ാം യാമം. ഞാൻ യാമം പഠിപ്പിക്കാൻ നിന്നല്ല, വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 12 മണി മുതൽ 3 മണി വരെയാണ് 3-ാം യാമം. ഈ യാമത്തിലാണ് പൈശാചിക ശക്തികൾ ബലപ്പെടുന്നത്. അതായത് ഇവന്റെ പ്ലാനുകൾ മുഴുവൻ നടപ്പാക്കാൻ രാത്രി 12 മണിക്കും 1 മണിക്കും അർദ്ധരാത്രിക്കും ഉണർന്നിരുന്ന് മന്ത്രങ്ങൾ ചെയ്യുന്ന, യാഗങ്ങൾ നടത്തുന്ന, സപ്താഹങ്ങൾ നടത്തുന്ന, മ്ലേച്ഛതകൾ നടത്തുന്ന, ആഭിചാരം ചെയ്യുന്ന, മന്ത്രശക്തികൾ ചെയ്യുന്ന, നിന്റെ കുടുംബത്തെ തകർക്കാൻ, ദേശത്തെ തകർക്കാൻ ഇവർ മുഴുവൻ ഉറങ്ങാതെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് 3-ാം യാമം. 3-ാം യാമം. ഇനി ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കുന്ന സമയമാണ് 4-ാം യാമം. അതുകൊണ്ടാണ് 4-ാം യാമത്തിൽ ശിഷ്യന്മാർ പ്രതിസന്ധിയിലായപ്പോൾ അവരെ തേടി കടലിന്റെ മുകളിൽ യേശു നടന്നു വന്നത്. ഇന്ന് പകൽ പെന്തക്കോസ്തുകാരാ, സ്നേഹത്തോടെ ഞാൻ പറയാം, ദീർഘമായി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും 4-ാം യാമത്തിൽ ഉണർന്നെഴുന്നേറ്റ് എന്നെ കാത്ത ദൈവത്തിന് നന്ദി എന്നെങ്കിലും പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് അപ്പച്ചന്മാരെ പാടി യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ 4-ാം യാമത്തിലുണർന്നവർ. മതി 4-ാം യാമത്തിൽ ഉണർന്ന് മോദമോടെ വാഴ്ത്തി സ്തോത്രം. അപ്പം 4-ാം യാമത്തിൽ ഉണർന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? അറിഞ്ഞേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെന്ന് എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയാൻ എടുക്കുന്ന ദിവസമാണ് ഡിസംബർ മാസം 31. അന്ന് തീരുമാനമൊന്നും എടുക്കണ്ട, ഇന്നങ്ങ് തീരുമാനം എടുക്കണം. കർത്താവേ, ഇനി ഒരു ആയുസ് ദൈവം തരുന്നെങ്കിൽ സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന മുടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ലിസ്റ്റ് കുറഞ്ഞു വരും. സ്വത്രം പറഞ്ഞ് പ്രാർത്ഥനയുടെ ലിസ്റ്റ് പറഞ്ഞ് കുറയും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന നന്ദി പറയാൻ ആരംഭിക്കും. ദാവീദ് പറഞ്ഞ പോലെ, അവൻ എനിക്കിത് സകല ഉപകാരങ്ങൾക്കും ഞാൻ അവരെന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനമക്കാർക്ക് ഹാവയുടെ നാമത്തെ വിളിച്ച. പക്ഷെ ഓരോ ഞായറാഴ്ച നിങ്ങൾ പറയും, പ്രതിവദാസനെ, ദൈവം എന്നെ കാത്തു, ദൈവം എന്നെ പരിപാലിച്ചു, ദൈവത്തിന് നന്ദി പറയാനുള്ള ദിവസങ്ങളായി നിങ്ങളുടെ ദിവസങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കണമേ. അപ്പം ദൈവത്തെ സാമ്പത്തികമായും ആരാധന കൊണ്ടും ജീവിത ശൈലികൾ കൊണ്ടും നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന് അനുഗ്രഹങ്ങൾ ദൈവം നൽകി തരും. ഒരു സ്തോത്രം ശക്തിയോടെ പറഞ്ഞാട്ടെ. അപ്പം അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദശാംശത്തിൽ, ആരാധനയിൽ. ഒന്നുമില്ലാതെ പറ്റത്തില്ല, എല്ലാം വേണം. കൂടെ ഉണ്ടോ നിങ്ങൾ? എല്ലാം പറഞ്ഞേ. സത്യം ഞാൻ ഈ യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ മേഖല പഠിക്കേണ്ട ഒരു കാര്യമാണ്. പല കുടുംബത്തിലെ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? വരവും ചെലവും അറിയാതെ പോകുന്നുണ്ടാവും. വരവും ചെലവും. ചിലർ പറയും പക്ഷെ എന്നും ജോലിയുണ്ട്, പക്ഷെ 10 പൈസ കയ്യെ ഇല്ല. ഞാൻ പറയാം, നിങ്ങൾ പൈസ കിട്ടുമ്പോൾ ഒരു ദശാംശ പാത്രം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആഗ്രഹമുണ്ടോ? കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുന്ന സാധനം വല്ലോ വേണോ? ഞാൻ രാവിലെ അതാ പറഞ്ഞേ, ഈ ഞാൻ അനുഗ്രഹം പ്രാപിച്ച വഴികൾ ഞാൻ എല്ലാവരോടും പറയും. കാര്യം ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടോട്ടെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇന്നലെ എൻ്റെ ചർച്ചയിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. അത് ഭയങ്കര ബ്ലെസ്സിങ് ആച്ചാ.
കാര്യം ശലോമോൻ പ്രാർത്ഥനയ്ക്കകത്ത് തൻ്റെ കൈകളെ മലർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതൊരു വെളിപ്പാടാ. കാര്യം നിസ്സഹായന്റെ പ്രാർത്ഥന, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കഴിവുകൊണ്ടൊന്നും പറ്റത്തില്ല, എൻ്റെ പ്രാപ്തി കൊണ്ടൊന്നും പറ്റത്തില്ല. കൈകൾ മലർത്തി താൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരാം, നീ നിർമ്മിച്ച ആലയത്തിൽ ഞാൻ ഇറങ്ങി വരാം. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവത്തിന് ശെഖേന ഇറങ്ങി വന്നു. ഇതേപോലെ ഞാൻ പറയാം, ഞാൻ പ്രാപിച്ച വെളിപ്പാട് ഞാൻ എൻ്റെ സഭയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കും, ഏറ്റെടുക്കേണ്ടാത്തവർ ഏറ്റെടുക്കും. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു സ്വത്രം പറഞ്ഞേ അപക്ഷത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ ബൈബിളെ പഠിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാനത് പറഞ്ഞപ്പോൾ വിഷയത്തിൽ മാറിപ്പോയി. ഞാൻ ബൈബിളെ പഠിച്ചപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ബൈബിളെ പഠിക്കണം, എല്ലാവരും ബൈബിളെ പഠിക്കണം. സ്വത്രം ഞാൻ ചർച്ച മിനിസ്റ്റർ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ചർച്ച മിനിസ്റ്റർ എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് വെള്ള ഷർട്ടും കറുത്ത പാൻറ് ഇടുന്ന പോലെ ദേഷ്യം വേറെ ഒന്നുമില്ല. ഞാൻ മഞ്ചേഷ് വാസോട് ചോദിച്ചു, അച്ഛാ വെള്ള ഇടണമെന്ന് ചോദിച്ചു. എൻ്റെ പറഞ്ഞു, എൻ്റെ വാമ്പാസ പാരമ്പര്യ സഭയെ വെള്ള ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. സ്വതന്ത്രം പറ വന്നപ്പോൾ പാസ ഷർട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ അബദ്ധം ഞാൻ കാണിച്ചു. സ്വതന്ത്രം അല്ല, എനിക്ക് അങ്ങനെ കറുപ്പ് നീല അല്ലെങ്കിൽ അത്യാവശ്യം ലൈറ്റ് കെട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛാ ഒരു സ്വതന്ത്രം പറ. ഈ പൂക്കാക്ക സഭകൾ, പുരാതന ക്രിസ്ത്യൻ സഭകളിൽ വെള്ളം ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ IPC മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയപ്പം എന്നോട് ഞാൻ ഈ ഇടയ്ക്ക് പാൻറ് ഷർട്ട് ആക്കിയത്. അതെന്നോട് ദേവദാസന്റെ പ്രവചനമാണ്. ഞാനത് അറിഞ്ഞില്ല. ഈ മുണ്ടി ഷർട്ട് കൊടുത്തത്. അപ്പം ഞാൻ എൻ്റെ ചർച്ചയിൽ ചെന്നപ്പം എൻ്റെ വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാരൻ അങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസി പറഞ്ഞു. കാര്യം ഇവർക്ക് എന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവർ വിചാരിച്ച് ഈ ഇരിക്കുന്ന പാസ്റ്റർ സെൻഡ് ഓഫ് ആയിട്ട് ആരെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഭാഷ ഇനി അപ്പം വരാൻ, ഇയാളിനി അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് ഈ വരുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞപ്പോൾ പാസ്സാണ് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വെള്ള ഷർട്ടും വെള്ളം കൊണ്ട് വരണ ചാ ഇപ്പം അങ്ങ് മാറ്റിയതാ. അപ്പം എനിക്ക് വെള്ള ഷർട്ടും വെള്ളമുണ്ടും. അപ്പം എനിക്ക് ഈ കറുത്ത പാൻറ് ഇല്ലെന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം എടുത്തു, ഒറ്റ പാൻറ്റേ ഉള്ളൂ കറുത്ത. അങ്ങനെ ഇടാറ് എനിക്ക് ഇഷ്ടമല്ല കറുത്ത പാൻറ് ഇടുന്നത്. സ്തോത്രം പറ. ഇടുന്നതിനെതിരല്ല കേട്ടോ, എനിക്ക് ഫുൾ കൈ ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ ഇപ്പോഴേ കൈ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചോണ്ടായിരുന്നു നടന്നത്. ഇപ്പോഴേ നൂത്തിട്ടെ, ഇത്രയൊക്കെ താത്തിപ്പഴ ഇട്ടെ. ഒരു സ്വത്രം പറ. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ പാൻറ് ഇട്ടാൽ ഈ വെള്ള ഷർട്ട് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, സാമ്പാസ് ഇന്ന പുള്ളിയുണ്ട്, പുള്ളി IPCയിലെ വലിയൊരു നേതാവാണ്. സ്വത്രം പറ. IPCയിൽ വലിയൊരു നേതാവാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഓക്കെ വെച്ചാൽ വെള്ളം ഇടാന്ന് പറഞ്ഞു. കാര്യം പുള്ളി ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇടും. അപ്പം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ദൈവ മുൻപാകെ വസ്ത്രധാരണമാണ് വിശുദ്ധിയെങ്കിൽ, നമ്മളിട്ട് വെള്ളയാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെങ്കിൽ, നമ്മുടെ സഭയിൽ വേണം അത്ഭുതം നടക്കാൻ. കാര്യം വിശുദ്ധന്മാരുള്ള സ്ഥലത്ത് എന്തോ വേണോ വെച്ചാ വെള്ള ഇട്ടാൽ എന്ത് നടക്കണം? വേണ്ട വെച്ചാ എന്നെ അടിക്കല്ലേ വെച്ചാ. അപ്പം എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്, നോക്കുന്ന കാണുമ്പോഴേ പേടിയ കഴിയുമ്പോൾ ക്ലത്തേക്ക് പിടിക്കുമെന്ന് മാത്രം. വെള്ളയാണ് മാനദണ്ഡമെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വെള്ള ഷർട്ട് വെച്ചാൽ അന്ന് രോഗി സൗഖ്യമാകണം. കാര്യം ഞാൻ ആരാ? വിശുദ്ധനാ. എടാ പിന്നെ കാവാലം പറയുന്ന പോലെ എന്തെങ്കിലും ഇട്ടാ മതി, യോഗ്യമായത്. സ്തോത്രം. അപ്പൊ ഞാൻ ഈ വെള്ള ഷർട്ടും ഈ ഫുൾ കൈ ഷർട്ട് ഇടത്തേൽ എനിക്ക് ഇഷ്ടമല്ല, നാളെ ഇടത്തില്ല. സ്തോത്രം. ഞാൻ എൻ്റെ കല്യാണത്തിന് ഒന്നിട്ട് സെൻഡ് ഓഫിന് ഒന്നിട്ട് സെൻഡ് ഓഫ് ഇടാനുള്ള കാരണം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, എടാ ഇന്ന് മോശമാണ്, അത് ആൾക്കാർ നാണക്കേടാ, മാതൃക അല്ലാതെ കാണിക്കണമെന്ന് പറഞ്ഞു. അന്നത്തേന് വേണ്ടി മാത്രം ഫുൾ കൈ ഇട്ട് കഴിഞ്ഞപ്പോഴേ മടക്കുകയും ചെയ്തു. സ്തോത്രം. അപ്പം ഞാൻ ആ വെള്ള ഷർട്ട് വിട്ട് ഇങ്ങനെ നടക്കാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ കഥ പറയാൻ പോയാൽ 2 മണിയായി എൻ്റെ പ്രസംഗം തീരത്തില്ല. സ്തോത്രം പറ. അതെന്താ പിന്നെ പറയാം, തമ്പുരാൻ ഇടിച്ച് ഇഞ്ച പരുവാക്കും. ഞാനൊരു കാര്യം, ദൈവത്തിന് കൈ വീടരുത് ഭയങ്കര അപകടമാണ്. സ്വസ്ഥത കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല. നേരം വെളുക്കുമ്പോൾ രാത്രി ആയാൽ മതി, രാത്രി പോലെ നേരം വെളുത്താൽ മതി. നേരം എങ്ങനെയെങ്കിലും രാത്രി ആയതെങ്കിൽ രാത്രിയെ നേരം വേണം. ഒരു ശ്വാസം ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, പിടിക്കാൻ പറ്റത്തില്ല. തമ്പുരാൻ്റെ ക്ലിപ്പ് വീണ ഭയങ്കരമാണ്, രക്ഷപ്പെടത്തില്ല. സ്വത്രം പറഞ്ഞ് അങ്ങനെ തമ്പുരാൻ ഇതിനകത്ത് ഇറക്കി ബൈക്കോളിൽ പോയപ്പോൾ എൻ്റെ ആഗ്രഹം എല്ലാവരും ബൈക്കോളിൽ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ചർച്ച് മിനിസ്ട്രി എടുത്തപ്പോൾ എൻ്റെ സ്നേഹിതരോട് എല്ലാവരോടും ഞാൻ ഇവിടെ ചർച്ച് മിനിസ്ട്രി എടുക്കണം, ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. കാര്യം കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. കാര്യം പൗലോസിനുള്ളതുപോലെ ശൂലമുണ്ട് സഭയ്ക്കകത്ത്. സ്തോത്രം പറ.
പൗലോസിനുള്ളത് ഞാൻ പാസ്റ്റർ വെല്ലുവിളിക്കാം, 8 മണി വരെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ബിരിയാണി ഞാൻ മേടിച്ചു തരാം. ഉറങ്ങത്തില്ല, പറ്റത്തില്ല. ഇങ്ങനെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യമല്ല. ഇത് കഴിയുമ്പോൾ അവർ പറയാം, പാസ്റ്റർ വൈകിട്ടത്തെ സെക്ഷൻ ഞങ്ങൾ വരത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയല്ലേ. സ്വത്രം പറ ശൂലം ഉണ്ടാകാൻ പറ്റുമോ പാസ്റ്റർ? സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, ഒരു പാസ്റ്റർക്കും പറ്റത്തില്ല. അങ്ങനെയുള്ള പാസ്റ്റർ എനിക്കൊന്ന് കാണാൻ പുള്ളിയെ ഏത് പാസ്റ്റാണ്, ഉറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് വെപ്പറാളതല്ല. എൻ്റെ കർത്താവ് ഇന്ന് ഏതവനെ കോടായിട്ട് എണ്ണീറ്റ് വരുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേന് പോയി നെടുമ്പടി വീഴുവാ ദൈവസന്നിധി. നിന്നാ കുറ്റം, ഇരുന്നാ കുറ്റം, നോക്കിയാ കുറ്റം, നോക്കി. നിങ്ങളുടെ കാര്യമല്ലേ? നിങ്ങൾ പറയല്ലേ ഇയാൾ വന്നപ്പോൾ തൊട്ട് പാസ് നിങ്ങളുടെ കാര്യമല്ല. സ്വത്രം പറ, അല്ലേ പറ. സ്തോത്രം. ഞാൻ തമാശയ്ക്ക് പറഞ്ഞെങ്കിലും രാവിലെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥന ഭയങ്കര ജയമാക്കട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിന് അനുഗ്രഹമാണ്. നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടല്ലോ എഴുന്നേക്ക്. ഞാൻ തമാശ പറഞ്ഞതേ ഉള്ളൂ, അതുവേണ്ടിയല്ല. ആത്മാക്കളുടെ വെളിപ്പാട് അകത്ത് കയറുമ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം, അവരുടെ രോഗം, അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം, ആകുലൊക്കെ ഓർക്കുമ്പോൾ കിടക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അലാറം അടിക്കുന്നവരെ നോക്കും. ലാസ്റ്റ് അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മുട്ടുമടക്കി ഓരോരുത്തരുടെ പേര് പറയും. ഞാൻ പറയാ, ദീർഘമായി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അഭിഷക്തൻ പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞിന്റെ പേര് പറയുന്നതിൽ അനുഗ്രഹമാ. നിന്റെ തലമുടെ പേര് പറയുന്നതിൽ ബ്ലെസ്സിംഗാ. ഞാൻ ചർച്ച് മിനിസ്ട്രി എടുത്തപ്പോൾ എല്ലാവരോടും പറയണം, എല്ലാവരും ചർച്ച് മിനിസ്ട്രി എടുക്കണം. കാര്യം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. കാര്യം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു, ഞായറാഴ്ച നമ്മുടെ സഭയിൽ നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് കുറച്ചും കൂടെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ എല്ലാവരെയും പ്രബോധിപ്പിച്ചു, നിങ്ങളെല്ലാവരും ചർച്ച് മിനിസ്ട്രി എടുക്കണം. എല്ലാവരോടും പറഞ്ഞു എടുക്കണം. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും കെട്ടണമെന്ന് പറഞ്ഞു. കാര്യം എല്ലാവരും അനുഭവിക്കട്ടെ, എല്ലാവരും കെട്ടണമെന്ന്. ഞാൻ ദൈവം എന്നോട് പറഞ്ഞ ചില വെളിപ്പാടുകൾ എന്നെ ആത്മമനുഷ്യനെ വളർത്തിയെങ്കിൽ അത് ഞാൻ എല്ലാവരോടും പറയും. വളർത്തിയെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. കൂടെ ഉണ്ടോ നിങ്ങൾ? ആത്മമനുഷ്യനെ വളർത്താൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. കാരണം സൗജന്യമായി എനിക്ക് കിട്ടിയത് ഞാൻ സൗജന്യമായി നിങ്ങൾക്ക് തരുന്നു. ഞാൻ പറയാം, വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം, വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം പറയാം, ദൈവത്തെ ബഹുമാനിച്ച മതി, നിങ്ങളെ ദൈവം മാനിച്ചിരിക്കും. അബ്രഹാം ദൈവത്തെ സമ്പത്ത് കൊണ്ട് ബഹുമാനിച്ചു. അബ്രഹാമിന് സമ്പത്തിക്ക് അളക്കാൻ പറ്റാത്തതുപോലെ സമ്പത്ത് ദൈവം മടക്കി കൊടുത്തു. ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ പോക്കറ്റിൽ നിർത്ത് കീറിയ നോട്ടും ടിക്കറ്റും കൂടെ സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇടല്. നിങ്ങളുടെ സ്തോത്രകാഴ്ച തലേന്ന് ശനിയാഴ്ച നിങ്ങൾ സ്തോത്രകാഴ്ച എടുക്കണം. സ്തോത്രകാഴ്ച എടുത്തിട്ട് അത് 10 രൂപയാകട്ടെ, 500 രൂപയാകട്ടെ. 500 മുഖം ചുളിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾ ഇടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇടുന്ന നല്ല നോട്ടായിരിക്കട്ടെ. സ്തോത്രം പറ. എൻ്റെ കാശ് ഒരു 500 സ്തോത്രം ചെയ്ത് സ്വർഗത്തിൽ പോകത്തില്ല ഒരിക്കലെങ്കിലും. ലൈഫിനകത്ത് ഒരു 500 സ്തോത്രം ചെയ്താൽ ആരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ലാബിലും 500 കൊടുക്കാൻ പറ്റും, ആശുപത്രിയിലും 500 കൊടുക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് എടുത്തിട്ട് തലേന്ന് നിങ്ങളെ സ്തോത്ര കാഴ്ച എടുത്ത് ബൈബിൾ കൊണ്ടുവരുന്നവരാണെങ്കിൽ, സ്തോത്രം പറ, ബൈബിൾ കൊണ്ടുവരുന്നവര് ആണെങ്കിൽ തലേന്ന് നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ വായിച്ചു കഴിഞ്ഞ് നിങ്ങൾ സ്തോത്ര കാഴ്ച എടുത്ത് നിങ്ങളുടെ ബൈബിളിലേക്ക് വെക്കണം. വെച്ചിട്ട് പറയണം, കർത്താവേ എനിക്ക് ഇത്രേ കൊടുക്കാനുള്ള. അവരുടെ കള്ളം പറയല് കേട്ടോ, പണി പാരമ്പളത്തിൽ കിട്ടും. അത് ഞാൻ പറഞ്ഞേക്കാം. ഈ എൻ്റെ കാര്യം കെട്ടി ചാടി ചെയ്യല്ലോ കേട്ടോ. ഹലോ, 50 ഇടാൻ നിവർത്തി ഉണ്ടെങ്കിൽ 50 ഇടണം. 10 രൂപയുടെ നിവർത്തിയുള്ള 10 ഇട്ടോണം, കുഴപ്പമില്ല. 1 രൂപയുള്ളൂ, കുഴപ്പമില്ല. കർത്താവ് എൻ്റെ കയ്യിൽ ഇന്നിൽ ആകെ 1 രൂപ ഉണ്ട്, നീ കൊടുക്ക്. നിന്റെ പൈസയുടെ വലിപ്പമല്ല ഞാൻ പറഞ്ഞു, മനോഭാവമാണ് ഞാൻ പറഞ്ഞു. ഹലോ, കൂടെ നിങ്ങളുടെ പൈസയുടെ വലിപ്പമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം ഇതിനകത്ത് കൊണ്ട് വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു മിനിമം 50 രൂപ സ്തോത്രത്തിന് സാഹചര്യം ഉണ്ടെങ്കിൽ 10 രൂപ ഇടരുത്, 50 രൂപ സ്തോത്ര കാഴ്ച ഇടണം. ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 50 100 നിങ്ങൾ സ്തോത്ര കാഴ്ച ഇടണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ വേണം കിട്ടാൽ മതി, നിങ്ങളുടെ കാര്യം വിട്ടാരെ, ഞാൻ ഇതിലേക്ക് വരാം. കൂടെ ഉണ്ടോ നിങ്ങൾ? അച്ഛാ ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നിർത്താം, പേടിക്കണ്ട. സ്തോത്രം, 5 മിനിറ്റ് ആ പൈസ എടുത്ത് തലേന്ന് നിങ്ങളുടെ ബൈബിളിൽ വെച്ചിട്ട് പറയണം, കർത്താവ് എൻ്റെ നന്മയ്ക്ക് തന്ന ഒരു ഭാഗമായത്, അത് ഈ 10 രൂപയാണ്. ഈ നന്മ, ഈ 10 രൂപ, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഈ 100 രൂപ, 50 രൂപ, അങ്ങ് എനിക്ക് തന്ന നന്മയുടെ ഒരു ഭാഗമാണ്. നന്മയുടെ ദശാംശമല്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഞാൻ നാളെ ആലയത്തിൽ കൊണ്ട് വിതയ്ക്കുക. ഇത് എനിക്കും എൻ്റെ തലമുറയ്ക്കും
ഞാൻ വിതയ്ക്കുന്നതിന് അഭിഷക്തനും ഒരു അനുഗ്രഹമാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ ബൈബിളിൽ വെച്ച് കൊണ്ടുവന്ന് പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ ബഹുമാനത്തോടെ എടുത്ത് സ്തോത്രകാഴ്ച പാത്രത്തിൽ ദൈവത്തിന് കൊടുക്കുന്നവരെ ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യ സ്പിരിറ്റ്, ദാരിദ്ര്യ ആത്മാവ് എന്നേക്കും വഴിമാറി കാര്യം. ദൈവത്തെ മാനിക്കുന്നവരെ തിരിച്ചു മാനിക്കാം. 2, നിങ്ങളുടെ വീട്ടിൽ ഒരു ദശാംശത്തിന്റെ ബോക്സ് ഉണ്ടാകണം, ഒരു ദശാംശ പാത്രം ഉണ്ടാകണം. നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ അതിന്റെ നന്മ അന്നേരം മാറ്റി നിങ്ങൾക്ക് വേദന ഉണ്ടാകത്തില്ല. ഹലോ, അന്നേരം മാറ്റി നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് ചില്ലറ മാറി 100 രൂപ എടുത്ത് ആ ദശാംശ പാത്രത്തിൽ ഇടണം. ബാക്കി എത്ര ഉണ്ട്? 900. ഞാൻ 2% മാറ്റാൻ ഞാൻ പറയാറുള്ളത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒന്ന് തന്നെ ഒപ്പിക്കുന്ന പാടെ എനിക്കറിയാം. പോട്ടെ, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന്റെ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, മനസ്സിലായോ? ഒരു ബോക്സിൽ നിങ്ങൾ എത്ര രൂപ ഇടണം? 1000 രൂപയ്ക്ക് 200 ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എത്ര നിങ്ങൾ അറിയാൻ വേണ്ട. പോട്ടെ, സ്വത്രം പറയാം. അപ്പം ഈ 100 രൂപ എടുത്ത് ദശാംശ പാത്രത്തിൽ വെക്കണം. ബാലൻസ് എത്ര ഉണ്ട്? 900 ഉണ്ട്. 900ത്തിൽ ഒരു 300 രൂപ ഒരു സമ്പത്താക്കി മാറ്റി വെക്കണം. നിങ്ങളുടെ സമ്പത്ത് മൂലധനമാക്കി നിങ്ങൾ 300 രൂപ, ഉദാഹരണമാണ്, 1000ന്റെ കാര്യമല്ല, ഉദാഹരണമായി പറയാം. 300 രൂപ. അപ്പം ഇനി എത്ര ഉണ്ട്? ബാലൻസ് എത്ര ഉണ്ട്? 600 ഉണ്ട്. പൊറോട്ട മേടിക്കാം, ബിരിയാണി മേടിക്കാം, ചുരിദാർ മേടിക്കാം, ലുലുമാളി പോവാം, എല്ലാം ചെയ്യാം. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്പത്താക്കി എത്ര ഉണ്ട്? 300 രൂപ നിങ്ങളുടെ അസറ്റാക്കി. ഉറുമ്പ് അരിമണികൾ കൂട്ടിവെക്കുന്ന പോലെ ദൈവത്തിന് തിരു നന്മയുടെ ഭാഗം നിങ്ങൾ മാറ്റിവെക്കണം. ദൈവരാജ്യത്തിൽ വിതയ്ക്കണം. ഒരു ഭാഗം നിങ്ങൾ മാറ്റിവെക്കണം. ലോകം നിങ്ങൾ പിശുക്കരാന്ന് പറയും, പക്ഷെ തമ്പുരാൻ അവൻ പിശുക്കനല്ല, അവൻ ജീവിക്കാൻ പഠിച്ച ബുദ്ധിമാനാ. ഇന്ന് പകൽ കുഞ്ഞ് രാമേൻ പറയാൻ പറ്റുമെങ്കിൽ രാമേൻ പറ. ഇങ്ങനെ ചെയ്യുമ്പം ചിലപ്പം നമ്മൾ മാനുഷ്യമായ രീതിയിൽ ഇപ്പം 1000-നൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. 5000 വന്നാലും പറ്റും. 5 ലക്ഷം വന്നാലോ? അപ്പൊ നമ്മൾ പറയും ഒരു 10,000 കൊണ്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ അഡ്ജസ്റ്റ് പറ്റത്തില്ല. അപ്പം സ്വയം അങ്ങ് ചിന്തിക്കണം, കർത്താവ് എനിക്കൊന്നൊരു അറ്റാക്ക് വന്ന് എത്ര ലക്ഷം വേണം? ഈ 5 ലക്ഷവും ഉദാഹരണമായി പറയുന്നത്. അപ്പൊ അറിയാതെ 50,000 എടുത്ത് വെക്കാൻ ധൈര്യം ഒന്ന് വരും. സ്വത്രം പറഞ്ഞില്ല. കർത്താവെ, ആ പ്ലാവ് എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കാണ് പൊട്ടി വീണായിരുന്നെങ്കിൽ എത്ര 1000 രൂപ വേണം? അങ്ങനെ സ്വയം അങ്ങ് ചിന്തിച്ചാൽ മതി. കൊടുക്കാൻ മടിയുള്ളൊരു കാര്യം വെച്ചാൽ ഞാനീ പറഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ദശാംശം മാറ്റുന്ന സമയത്തൊക്കെ ഈ മനുഷ്യനല്ലയോ, ദ്രവ്യാഗ്രഹി അല്ലയോ? സ്വത്രം പറ. ഞാൻ പറയാം, എൻ്റെ കർത്താവ് 12 മണിക്ക് ടയർ അങ്ങ് പൊട്ടിപ്പോ ഞാൻ എന്തോ ചെയ്താലേ? അപ്പോൾ ഒരു ടയറിൻ്റെ വില എത്ര? 5000 രൂപ. 5000-ത്തിനൊക്കെ 500 രൂപ തമ്പുരാനോട് കൊടുക്കുന്നതല്ലയോ? ഞാൻ പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിനെ പ്രാക്ടീസ് ചെയ്യണം. കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനീ പറഞ്ഞേ. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പറ്റാത്ത കാര്യമാ ഞാൻ പറഞ്ഞു. 50,000 കിട്ടും, 5000 കൊടുക്കാൻ പറ്റുന്ന ചിന്തിക്കണം. കർത്താവേ, 40,000 കിട്ടിയാ എന്നാ ചെയ്തേനെ? സ്വത്രം പറ. 2 ലക്ഷം ശമ്പളം മേടിക്കാൻ എത്ര കൊടുക്കണം? 20,000 കൊടുക്കണം. അപ്പം ചിന്തിക്കണം, 30,000 മേടിക്കുന്നതിന് എങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ ലാഭം അവിടെയാ. അപ്പൊ ദൈവം തരുന്ന, അളക്കാതെ തരുന്ന നന്മയ്ക്കകത്ത് അളവ് കൂടാതെ ദൈവത്തെ മാനിക്കുന്നവരാകണം നിങ്ങൾ. ചേർന്ന് മകൾ രാമേൻ പറയാൻ പറ്റുമെങ്കിൽ രാമേൻ പറഞ്ഞാട്ടെ. കേൾക്കണമേ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. ആത്മാവിൽ അബ്രഹാം ആരംഭിച്ചു. എങ്ങനെ അബ്രഹാം ആരംഭിച്ചത്? ഇങ്ങനെയാണ്. ഭൂമിയിൽ താൻ ജഡത്തിൽ സഞ്ചരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ട പട്ടണത്തെ കണ്ട് പറഞ്ഞേ യാത്ര പുറപ്പെട്ടു. ലോത്തോ വീടിനെ കണ്ട് പറഞ്ഞു വെച്ചാ, വീടിനെ കണ്ട്, വീട് കണ്ടവന്റെ വീട്ടിൽ ന്യായവിധിയും കൂടാരം കണ്ടവന്റെ വീട്ടിൽ അനുഗ്രഹം വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽ നിനക്കുള്ളതിനകത്തെല്ലാം അവകാശി ദൈവമാണ് എന്ന് ഇന്ന് പകൽ വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ പറ. കർത്താവ്, എന്റെ സമ്പത്ത്, എന്റെ തലമുറ, എന്റെ കുഞ്ഞ്, എന്റെ വീട്, എന്റെ ഭാവി എല്ലാം ദൈവത്തിന് ദാനമാണ് പറയുന്ന ദൈവമക്കൾ. അതരംഗത്തുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ തരങ്ങളും തുറന്ന്, എല്ലാ വായികളും തുറന്ന് അല്പസമയം ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞാട്ട് അതരങ്ങൾ തുറന്ന്, വായികൾ തുറന്ന്, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ദയവായി എഴുന്നേറ്റ് നിന്നാട്ടെ.
അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, വായികൾ തുറന്ന് പ്രാർത്ഥിച്ച്. കർത്താവിന്റെ പകൽ ഞങ്ങൾ ആത്മാവിൽ തുടങ്ങി, ആത്മാവിൽ അവസാനിക്കാത്ത ഒരു ആത്മിക പൈതൃകത്തിന്റെ വെളിപ്പാട് ഈ പകൽ ഞങ്ങളുടെ മേൽ കൈമാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച്. പൗലോസ് ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ് എങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടത്തില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തെ ശക്തിയേറിയതത്രേ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും യേശുവിന്റെ അനുസരണത്തിൽ പിടിച്ചടക്കും. അതിരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച, കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തോട് പ്രാർത്ഥിച്ച്, അതിരങ്ങൾ തുറന്ന് Jagannatha